أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا، وهو العزيز الغفور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا صاحبي لا تغتر بتنعمي، فالعمر ينفذ والنعيم يزول. وإذا علمت بحال قوم مرة، فاعلم بأنك عنهم مسؤول. وإذا حملت إلى القبور جنازة، فاعلم بأنك بعدها محمول. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മന്നാഅ, സൂറത്തുൽ മുൻജിയ, സൂറത്തുൽ മാനിഅ, ഇങ്ങനെ കാവൽ നൽകുന്ന സൂറത്ത്, ധാരാളമായി തടയുന്ന സൂറത്ത്, രക്ഷപ്പെടുത്തുന്ന സൂറത്ത്, ഇങ്ങനെ ഒരുപാട് പേരുകളുള്ള അല്ലാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് ഖബറിലും ശേഷം നരകശിക്ഷയിൽ നിന്നും എല്ലാം മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്ന് പഠിപ്പിക്കപ്പെട്ട അതിമഹത്തായ സൂറത്തു തബാറക്കൽ മുൽക്ക്, ആ മഹത്തായ സൂറത്താണ് ഇന്നലെ നാം തുടങ്ങിവെച്ചത്. അല്ലാഹു തആല ആ മഹത്തായ സൂറത്ത് മുഖേന ഖബറിലും മഹ്ശറിലുമെല്ലാം രക്ഷ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെയും ഇതിൽ സഹകരിക്കുന്നവരെയുമെല്ലാം ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.
അൽ മാനിഅ തടയുന്ന സൂറത്ത് എന്നും രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ള പേരുകൾ നമ്മെ പഠിപ്പിച്ചപ്പോൾ തിൽക്കൽ മുൻജിയത്തു തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ പലരും ആ ഹദീസ് വന്നിട്ടുള്ളത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക സൂറത്ത് ഓതുന്നതായി കേട്ടുവെന്ന് ഒരു സഹാബി അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്ത കറാമത്ത് മുഖേന കേട്ടതും അല്ലാഹു തആല ഖബറിൽ വെച്ച് ഖുർആൻ ഓതാനുള്ള കറാമത്ത് നൽകപ്പെട്ടിട്ടുള്ള ഒരാൾ ആ സൂറത്ത് ഓതിയതും പശ്ചാത്തലത്തിലാണല്ലോ. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ പലരും ഖബറിന്റെ സമീപത്ത് വെച്ച് തബാറക സൂറത്ത് ഓതുന്നത് ഖബറിലുള്ളവർക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാണ് എന്ന് ചില കിതാബുകളിൽ ഫൈദുൽ ഖദീർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മഹത്തായ തബാറക സൂറത്തിന്റെ തുടക്കം ഇന്നലെ നാം തുടങ്ങിവെച്ചു. തബാറക സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ മാസങ്ങളോളം സംസാരിച്ചാൽ തീരുകയില്ലല്ലോ. ഖുർആൻ അങ്ങനെയല്ലേ. ബറക്കത്ത് എന്ന വാചകം തന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗുണവർദ്ധനവ്, സിയാദത്തുൽ ഖൈർ. കഅബ ശരീഫിനെ സംബന്ധിച്ച് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ. കഅബ ശരീഫ് വലിയ ബറക്കത്തുള്ള മുബാറക്കായ ഗേഹമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിന്റെ ബറക്കത്ത് വിവരിക്കുന്ന സ്ഥലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമ്മുടെ ഇൽമിന്റെ സദസ്സിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട കുമോളി ഇബ്രാഹിം സഖാഫി പറഞ്ഞല്ലോ, ഒന്നിച്ചൊരുമിച്ച് കൂടൽ തന്നെ വലിയ അനുഗ്രഹമാണ്. കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്നത്. ആ മുഅ്മിനീങ്ങളുടെ എല്ലാം ആത്മാക്കൾ കഅബയിലേക്ക് തിരിയുകയാണ്. അതവിടെ മാത്രം അല്ല, ശരിക്ക് ചിന്തിച്ചാൽ ലോകം മുഴുക്കെ കഅബയെ ചുറ്റി ആളുകൾ നിസ്കരിക്കുകയാണ്. ലോകം മുഴുക്കെ എല്ലാവരും കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ ലോകം മുഴുക്കെ വൃത്താകൃതിയിൽ കഅബ എന്ന പോയിന്റിലേക്ക് മുഅ്മിനീങ്ങളുടെ മനസ്സും മുഅ്മിനീങ്ങളുടെ നെഞ്ചും തിരിയുകയാണ്. അങ്ങനെ തിരിയുമ്പോൾ കോടിക്കണക്കായ മുഅ്മിനീങ്ങളാണ് കഅബയിലേക്ക് അവരുടെ നെഞ്ചും മനസ്സും തിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റൗണ്ടായി കഅബയെ ചുറ്റിയാണ് നിസ്കാരം നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു സ്ഥലത്ത് ളുഹ്റാകുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് സുബ്ഹിയാണ്, അതേസമയം മറ്റൊരു സ്ഥലത്ത് ഇശാ, വേറൊരു സ്ഥലത്ത് മഗ്രിബാണ്, അസറാണ്. അപ്പോൾ 5 സ്ഥലങ്ങളിൽ ചുരുങ്ങിയത് 5 വിധത്തിൽ സ്ഥലങ്ങളിലെല്ലാം നിസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാമുള്ള ജനങ്ങൾ കഅബയിലേക്ക് മനസ്സും അതുപോലെ നെഞ്ചും തിരിക്കുമ്പോൾ അവരെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞ് അവർ ആത്മീയമായി പറഞ്ഞാൽ ആത്മീയമായി സംഗമിക്കുകയാണ്. ആ കൂട്ടത്തിൽ ധാരാളം ഔലിയാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഇവരെല്ലാവരും കൂടി ഒരു കേന്ദ്രത്തിലേക്ക് മനസ്സും അതുപോലെ നെഞ്ചും തിരിക്കുമ്പോൾ
അതിൻ്റെ ബറക്കത്ത് എത്രയാണ്, അതിൻ്റെ അനുഗ്രഹം എത്രയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നിസ്കരിക്കാത്ത മനുഷ്യന് ഒരു നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര നന്മകളാണ്, എത്ര ബറക്കത്തുകളാണ്, എത്ര ആത്മീയമായ ചൈതന്യങ്ങളാണ് ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് കഅബ ശരീഫിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ആ മഹത്തായ മുബാറക്കൻ എന്ന വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. ബറക്കത്ത് എന്ന വാക്ക് തന്നെ വളരെ അർത്ഥവത്തായ വാക്കാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വർദ്ധിച്ച ഗുണമാണ്. അത് മുഴുവനും കൊടുക്കുന്നവനാണ് അല്ലാഹു തആല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം കൈവശത്തിലുള്ള ഒരുവൻ, അവൻ മഹത്വമേറിയവനും ഉന്നതനും പരിശുദ്ധനും സർവ നന്മകളും ലഭ്യമാക്കി കൊടുക്കുന്നവനും ആണ്. ബിയദിഹിൽ മുൽക്ക്, അവന്റെ കൈവശത്തിലാണ് സർവ അധികാരവും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ വിഷയങ്ങൾക്കും എല്ലാറ്റിന്റെ മേലും കഴിവുള്ളവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. എന്തിനാണത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് പ്രവൃത്തി ഏറ്റവും നന്നാക്കുന്നത്, ആരാണ് നല്ല അമലുകൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ കൊടുക്കുന്ന അധികാരങ്ങളും സ്ഥാനങ്ങളും ഗുണങ്ങളും അനുഗ്രഹങ്ങളും അല്ലാതെ ലോകത്ത് ആർക്കും ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, അവൻ എന്ത് കൊടുത്താലും പിന്നെയും അധികാരം അവന് തന്നെയാണ്. നമ്മളെപ്പോലെയല്ല. നമ്മൾ ചിലപ്പോൾ ഒരാളെ പ്രസിഡന്റാക്കി കുടുങ്ങിപ്പോകലുണ്ട്, ഒരാളെ സെക്രട്ടറി ആക്കി കുടുങ്ങിപ്പോകലുണ്ട്, ചിലരെ MLA ആക്കി, മന്ത്രിയാക്കി, MP ആക്കി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അധികാരം കൊടുത്തു കുടുങ്ങിപ്പോകൽ ഉണ്ട്. മനുഷ്യന്മാരുടെ വിഷയം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവന് അധികാരം കിട്ടിയാൽ പിന്നെ നമ്മൾ അധികാരം പോയി പോവുക, അങ്ങനെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും പലവിധത്തിലുള്ള അധികാരങ്ങളും നൽകുന്നുണ്ട്. അതിൽ ഭൗതികമായ അധികാരങ്ങൾ നൽകുന്നുണ്ട്, ഭൗതികവും അഭൗതികവുമായ അധികാരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ബിയദിഹിൽ മുൽക്ക്, അപ്പോഴും അധികാരം അവന്റെ കൈവശത്തിൽ തന്നെയാണ്. അവൻ ഉദ്ദേശിക്കാതെയോ അവനെ മറികടന്നുകൊണ്ടോ അവനെ തള്ളിക്കൊണ്ടോ അവന്റെ സഹായമില്ലാതെയോ അവൻ തോന്നിപ്പിക്കാതെയോ അവൻ ഉദ്ദേശിപ്പിക്കാതെയോ ഇവിടെ ലോകത്ത് ആർക്കും ഒരു ചെറിയ കൈവിരൽ പോലും അനക്കാനും കഴിയില്ല. അതാണ് ബിയദിഹിൽ മുൽക്ക്, അവന്റെ കൈവശത്തിൽ തന്നെയാണ് സർവ അധികാരവും. എപ്പോഴും ആർക്കെന്തധികാരം അവൻ കൊടുത്താലും അധികാരം അവന് തന്നെയാണ്. അവന്റെ അധികാരത്തിൽ നിന്ന് ആരും, അവന്റെ അധികാരം കൊടുത്തവരും ഒരൽപ്പവും അതാ മാറിപ്പോകുന്നില്ല. അവന്റെ അധികാരത്തിൽ തന്നെയാണ് എല്ലാവരും എപ്പോഴും. ഇന്നലെ ഞാൻ പറഞ്ഞു, അധികാരം കിട്ടിയപ്പോൾ അഹങ്കരിച്ച ഭരണാധികാരി 400 കൊല്ലം നാട് ഭരിച്ച
നമ്രൂദല്ല, നുമ്രൂദ്. ആ നുമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി അവൻ അഹങ്കരിച്ചു, അവൻ അഹങ്കാരം കാണിച്ചു. അവസാനം അവനെ ഒരു കൊതുക് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ഒരു കൊതുക്. അല്ലാഹുവിന് കൊതുകിന്റെയും ആവശ്യം ഇല്ല. പിന്നെ അല്ലാഹു തആല സാധാരണയായി വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, അല്ലാഹുവിന്റെ ഒരു പതിവുണ്ട്. ഏതെങ്കിലും ഒന്ന് മുഖേന ചെയ്യുക എന്നത് അവന്റെ ഒരു സാധാരണ പതിവാണ്. വലിയ വലിയ ആനകളുമായി അല്ലാഹുവിന്റെ കാബ പൊളിക്കാൻ അബറഹത്തും കൂട്ടരും വന്നപ്പോൾ ആ വലിയ ആനകളെ നശിപ്പിക്കാൻ തൈറൻ അബാബീൽ, ചെറിയ ഒരു പക്ഷി, ആ പക്ഷി മുഖേന അല്ലാഹു തആല ആനകളെയും ആന സംഘത്തെയും എല്ലാവരെയും ചെറിയ സമയം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. കാസ്ഫിൻ മൽക്കൂൽ, തിന്നപ്പെടുന്ന വൈക്കോല് പോലെ ആനയും അതുപോലെ സന്നാഹങ്ങളെല്ലാം നശിച്ചുപോയി ചെറിയൊരു പക്ഷി മുഖേന. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സാം, സാമിന്റെ മകൻ കൻആൻ, കൻആനിന്റെ മകൻ കൂസ്, അദ്ദേഹത്തിന്റെ മകൻ നുമ്രൂദ്. ആ നുമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി 400 കൊല്ലം ലോകം ഭരിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 1000-ഓളം കൊല്ലം ജീവിച്ചു എന്ന് നമ്മൾ ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് വലിയ നീണ്ട ആയുസ്സുകൾ അല്ലാഹു തആല കൊടുത്തു. അവൻ അഹങ്കാരം മൂത്ത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും അവൻ കണ്ടിട്ടില്ല, അവന്റെ ആളുകൾ കണ്ടിട്ടില്ല, അവന്റെ പട്ടാളം കണ്ടിട്ടില്ല, അവന്റെ പോലീസ് കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രയും സംശുദ്ധമായ ജീവിതം നയിച്ച മഹാനാണ്. ലോകത്തുള്ള അമ്പിയാക്കളെല്ലാം അങ്ങനെയാണ്. വഇസ്മത്തുൽ ബാരി ലികുല്ലിൻ ഹുതിമ, എല്ലാ അമ്പിയാക്കളും അങ്ങനെയാണ്. ഒരു ചെറിയ ന്യൂനത പോലും അവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. അനീതിയോ അക്രമമോ അനാശാസ പ്രവണതയോ ഒന്നും അമ്പിയാക്കളെ ജീവിതത്തിൽ കാണൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബീവി ഹലീമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുക്കുമ്പോൾ വലത്തെ മുലയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കുട്ടി കുടിക്കുന്നത്. അടുത്ത ഇടത്തെ മുല സ്വന്തം മകനാണ് ഹലീമ ബീവി കൊടുക്കുന്നത്. വല്ലപ്പോഴും ഓർമ്മത്തെറ്റുകൊണ്ടോ മറ്റോ ഇടത്തെ മുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിക്കാലത്ത് ആ മുല കുടിക്കൂല. അതെന്റേതല്ലല്ലോ, എനിക്കുള്ളതല്ലല്ലോ, അതെന്റെ കൂടെ മുല കുടിക്കുന്ന കുട്ടിയുടേതാണല്ലോ. ആ നിലക്ക് ചെറിയ പിഞ്ചുകുട്ടിയായിരുന്ന സമയത്ത് പോലും അനീതി സംഭവിക്കൂല, സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനാവശ്യം ചിന്തിച്ചവരോടും അനാവശ്യം പറയുന്നവരോടും ലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഇസ്ലാം ബുദ്ധിയെ തള്ളുന്ന മതമല്ല, ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന മതമല്ല, ശാസ്ത്രത്തിനെ നിരാകരിക്കുന്ന മതമല്ല, മറിച്ച് ചിന്തിക്കാൻ ഉത്ബോധനം നടത്തുന്ന, എത്രയോ തവണ ആവർത്തിച്ച് ചിന്തിക്കാൻ പറയുന്ന ഗ്രന്ഥമല്ലേ ഖുർആൻ. ആ മഹത്തായ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചിന്തയില്ലേ, ബുദ്ധിയില്ലേ? ഞാൻ നിങ്ങളിൽ 40 കൊല്ലത്തോളം ജീവിച്ചിട്ടില്ലേ? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതയോ ഒരു പോരായ്മയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ
ഞാനൊരധ്യാപകന്റെ മുന്നിലിരുന്ന് പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ഗ്രന്ഥവും വായിച്ചിട്ടില്ല, വായിക്കാൻ എനിക്ക് വായന അറിയില്ല, എഴുത്തറിയില്ല. അങ്ങനെ ഉമ്മിയായ ഞാൻ 40 കൊല്ലത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂനതയുമില്ലാതെ എല്ലാ തെറ്റിന്റെ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് സ്വന്തം ബാപ്പ പോലും നേരത്തെ മരണപ്പെട്ടു പോയതിനാൽ അതേ സംസ്കരിക്കാനോ തർബിയത്ത് ചെയ്യാനോ സ്വന്തം ബാപ്പ പോലും ഇല്ലെങ്കിലും എൻ്റെ ഈ 40 കൊല്ലത്തെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂനത നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? പോകട്ടെ, ആ 40 കൊല്ലത്തോളം വായനയോ എഴുത്തോ പരിചയമില്ലാത്ത ഞാൻ ഏറ്റവും നല്ല തത്വങ്ങൾ, ഏറ്റവും ബുദ്ധിപരമായ കാര്യങ്ങൾ, പഴയ കാലങ്ങളിൽ കഴിഞ്ഞുപോയ ധാരാളം സംഭവങ്ങൾ വസ്തുതാപരമായി ഐതിഹ്യമായിട്ടല്ല, കെട്ടുകഥയായിട്ടല്ല, മുൻകാലങ്ങളിൽ ഇറങ്ങിയ തൗറാത്ത് നോക്കിയാൽ, അതേ ഇഞ്ചീൽ നോക്കിയാൽ അതിലൊക്കെ വിവരിക്കപ്പെട്ടതുപോലെ അതിനേക്കാൾ ഭംഗിയായി വളരെ നന്നായി നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളും ഞാനിപ്പോൾ ഓതിത്തരുന്നില്ലേ? എന്റെ പൂർവകാല ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മുഴുവനും മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്ന് ഡയറക്റ്റ് ലഭിച്ചിട്ടുള്ളതാണ്. നമ്മളൊക്കെ എഴുത്തു പഠിക്കുന്നതും വായന പഠിക്കുന്നതുമൊക്കെ അധ്യാപകരിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം പഠിക്കുന്നത് വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. വായിക്കണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ വായിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കുകയാണ്. ആദ്യം ഞാൻ അങ്ങനെ വായിക്കുന്ന ആളല്ല എന്ന ഇതുവരെയുള്ള അവസ്ഥയെ ഒന്ന് വിവരിച്ചുകൊണ്ട് പ്രതികരിച്ചുവെങ്കിലും പിന്നീട് വായിച്ചില്ലേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പലക പോലുള്ള വസ്തുവിന്റെ മേൽ, അഥവാ നമുക്കതറിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന സ്ക്രീൻ എങ്ങനത്തെ സ്ക്രീനാണ് എന്ന് നമുക്ക് പറയാനും കഴിയില്ല. അത് നോക്കി അങ്ങോട്ട് ഓതിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് അല്ലമക മാ ലം തകുൻ തഅലം, നേരത്തെ അങ്ങേക്ക് അറിയാത്ത എന്തെല്ലാം ഉണ്ടോ, അറിയൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു, അല്ലാഹു അറിയിച്ചു തന്നു. അങ്ങനെ അല്ലാഹുവിങ്കിൽ നിന്ന് ഡയറക്റ്റ്, അധ്യാപകൻ മുഖേനയല്ലാതെ കിട്ടിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അമ്പിയാക്കൾ അവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ ജീവിച്ചു വരുന്നവരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ വലിയ പ്രമുഖനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരു തെറ്റും ചെയ്തിട്ടല്ലല്ലോ, മറിച്ച് ബുദ്ധിയുടെ താല്പര്യമാണ്. ഏത് ചിന്തിക്കുന്നവനും ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. ഈ ആകാശങ്ങളും ഭൂമികളും ഈ മനുഷ്യരും മറ്റുള്ള സൃഷ്ടികളും അതെല്ലാം സൃഷ്ടിച്ച ഒരു രാജാവുണ്ട്, സൃഷ്ടിച്ച ഒരുവനുണ്ട്. ആർക്കും അറിയില്ലേ? അവനല്ലേ ആരാധനക്കർഹനുള്ളത്, അവനല്ലേ സുജൂദ് ചെയ്യേണ്ടത്, അവനല്ലേ വഴിപ്പെടേണ്ടത്, അവനല്ലേ വിധേയപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ അതാ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ തയ്യാറായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ചിന്തിച്ച നമ്രൂദ് അവനതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിയാൻ തീരുമാനിച്ചു. എല്ലാവർക്കും അറിയുന്ന സംഭവമായതുകൊണ്ട് ഞാൻ ചരിത്രം പറയുന്നില്ല. ആ തീയിലേക്ക് എറിയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സഹായം വേണോ, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ നിങ്ങളിലേക്ക് എനിക്ക് ആവശ്യമില്ല, എന്നാൽ പിന്നെ നിങ്ങൾ ആവശ്യം അല്ലാഹുവിനോട് പറഞ്ഞുകൂടെ?
ഇൽമുഹു ബിഹലീം യുഗ്നീനി അൻ സുആലി. ഞാൻ ചോദിക്കാതെ തന്നെ അറിയുന്ന രാജാവല്ലേ. ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ ശക്തമായ തീയിലേക്ക് എറിഞ്ഞു. പക്ഷേ തീക്കുണ്ടോ ഇവിടെ അധികാരം? തീക്ക് കരിക്കാനുള്ള അധികാരം അല്ലാഹു തആല കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹനെ മറികടന്നുകൊണ്ടുള്ള അധികാരമല്ലല്ലോ. ബിയദിഹിൽ മുൽക്ക്, അധികാരം അല്ലാഹുവിന്റെ കൈവശത്തിൽ തന്നെയല്ലേ. അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു തീക്കും കരിക്കാൻ കഴിയൂല, ഒരു കത്തിക്കും മുറിക്കാൻ കഴിയൂല, ഒരു തോക്കിനും കൊല്ലാൻ കഴിയൂല. ഇവിടെ ഒന്നിനും ഒരാൾക്കും, ഒരു ബുദ്ധിക്കും, ഒരു ശക്തിക്കും, ഒരു യന്ത്രത്തിനും, ഒരു ഉപകരണത്തിനും, ഒരു മരുന്നിനും, ഒരു ഡോക്ടർക്കും, ഒരു എഞ്ചിനീയർക്കും, ഒരു വക്കീലിനും, ഒരു കോടതിക്കും, അതേ ഒരു ഉദ്യോഗസ്ഥനും, ഒരു മന്ത്രിക്കും, ഒരു രാജാവിനും അല്ലാഹുവിന്റെ അധികാരം മറികടക്കാൻ കഴിയൂല. അതല്ലേ സുഹൃത്തുക്കളെ, ബിയദിഹിൽ മുൽക്ക്, അതേ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ വെറും കേവലം ഒരു അധികാരസ്ഥനല്ല, എല്ലാറ്റിലും കഴിവുള്ള അധികാരസ്ഥനാണ്. നിങ്ങൾ പറയുന്നത് പോലെ താൽക്കാലികമായ അധികാരമല്ല റബ്ബിന്റെ അധികാരം. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. നമ്മൾ അല്ലാഹുവിന്റെ ഉത്തരവുകൾ അനുസരിച്ചാണ് എല്ലാം നടന്നു പോകുന്നത്, എല്ലാം സംഭവിക്കുന്നത്. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ. അല്ലാഹുവിന്റെ ഉത്തരവ് ആകണം, ഉണ്ടാകണം. ആ ഉത്തരവ് മറികടക്കാൻ ഇവിടെ ഒന്നിനും കഴിയില്ല. അവന്റെ ഉത്തരവ് പ്രകാരമല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് കുനി ബർദ. അല്ലാഹുവിന്റെ ഉത്തരവ് തീയിനുണ്ടായത് സാധാരണ ലഭിക്കുന്ന കരിക്കണം എന്ന ഉത്തരവല്ല, മറിച്ച് തണുപ്പാകണം. വസലാമൻ, നല്ല എയർ കണ്ടീഷൻ ആകണം, അധികം തണുപ്പ് പറ്റൂല, ഒത്ത തണുപ്പ്. കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീയിൽ നിന്ന് ഒന്നും സംഭവിച്ചില്ല. എന്തേ കാരണം? ബിയദിഹിൽ മുൽക്ക്, തീക്ക് അധികാരമില്ല, അധികാരം അല്ലാഹുവിനാണ്. ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തീക്ക് കരിക്കാൻ കഴിഞ്ഞില്ല. ഇത് തന്നെയല്ലേ അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വലിയ മഹാനായ വലിയാണ്. അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീയിലിട്ടു, ശത്രുക്കൾ തീയിലിട്ടു. യാതൊന്നും സംഭവിക്കാതെ തീയിന്റെ ഉള്ളിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഒരു രോമവും കത്തിയില്ല. അത് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട്. പുത്തൻവാദികൾക്ക് സംശയം വേണ്ട. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ അധികാരം ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അപ്പോൾ നമ്രൂദിന്റെ അധികാരം ബാഹ്യമായ അധികാരം മാത്രമായിരുന്നു. ആ നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് എങ്ങനെയാണ്? ബിഅൻ ഫതഹല്ലാഹു തആല അലൈഹി ബാബൻ മിനൽ ബഊദ്. കൊതുകിന്റെ ഒരു കൊതുക് സമൂഹം ഈ നമ്രൂദിലേക്ക് അല്ലാഹു തആല അങ്ങ് തുറന്നു. അങ്ങനെ ആ കൊതുക് നാട് നിറഞ്ഞു. അവന്റെ സൈന്യങ്ങളെല്ലാം കൊതുക് നശിപ്പിച്ചു കളഞ്ഞു. അവർക്ക് പിന്നെ അവരുടെ എല്ലുകളല്ലാതെ ബാക്കിയില്ല. ഒരു കൊതുക് നേരെ അവന്റെ തലച്ചോറിലേക്ക് അങ്ങ് കടന്നു. ആ കൊതുക് അവന്റെ തലച്ചോറ് തിന്നുകൊണ്ടേയിരുന്നു 40 ദിവസം. പിന്നെ നമ്രൂദിന് തലക്ക് കടച്ചില്, പുകച്ചില്,
ഉള്ളിൽ നിന്നുള്ള കുത്തല്. അവന് ആരെങ്കിലും അവന്റെ തലക്ക് ഇങ്ങനെ മേടിക്കൊടുത്താൽ കുറച്ചൊരു സമാധാനം, അതിന് മേടാൻ വേണ്ടി ആളെ നിശ്ചയിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊതുക് മുഖേന ചത്തുപോയി. എന്റെ സഹോദരന്മാരെ, അവൻ ആരായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിടാൻ ഒരുക്കം കൂട്ടി തീയിലിട്ടവനായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ മുന്നിൽ അവന്റെ അധികാരം എവിടെയും വിലപ്പോയില്ല. അധികാരമുള്ളവൻ ബിയദിഹിൽ മുൽക്ക്, യഥാർത്ഥ അധികാരം, സർവ അധികാരവുമുള്ളവൻ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. എത്രയെത്ര സംഭവങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസാ നബി ജനിച്ച് വളർന്ന് നാശം സംഭവിക്കുമെന്ന് വിവരം കിട്ടിയ ഫിർഔൻ എല്ലാ കുട്ടികളെയും പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ കൊന്നുകളയുകയാണ്, ആൺകുട്ടികളെ ബനു ഇസ്രായേലിൽ. പക്ഷേ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവന്റെ കൊട്ടാരത്തിലിട്ട് പോറ്റിയില്ലേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്ത് ഇല്ല. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ ഭാഗത്തിരിക്കുന്നവർ ഇങ്ങോട്ട് നോക്കിയിട്ട് കസേര ഇപ്പുറത്തുണ്ടെങ്കിൽ അതിലേക്ക് മാറിയിരിക്കുക. ഇവിടെ മധ്യത്തിലൊക്കെ കസേര ഒഴിവരുന്നു. മുന്നിൽ കയറാനല്ല പറഞ്ഞു ഞാൻ. സൈഡിൽ നിന്ന് നീങ്ങുക, സൈഡിൽ നിന്ന് ഇങ്ങനെ. അങ്ങനെ നമ്മളെ തൊട്ട് കസേര ഇല്ല എന്ന് ഉറച്ചാൽ ആ കസേരമ്മിലിരിക്കുക. ഇങ്ങോട്ട് നോക്കുക, ഈ ഭാഗത്തുള്ളവർ, ആ ഭാഗത്തുള്ളവർ തിരിച്ചും നോക്കുക. എന്നിട്ട് കസേര മധ്യത്തിലില്ല എന്ന് ഉറച്ചാൽ ഇരിക്കാം, അല്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കുക. നമ്മളെ കസേര വാടകയും കൊടുക്കുക, ആളുകൾ പുറത്ത് കസേര ഇല്ലാതെ നിൽക്കുക, സ്ഥലം നഷ്ടപ്പെടുക, അതുണ്ടാകാൻ പാടില്ലല്ലോ. സഹോദരന്മാര്, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലിട്ട് മൂസാ നബിയെ വളർത്തി. സ്വന്തം ഉമ്മയെ കൊണ്ട് തന്നെ മുല കൊടുപ്പിച്ചു. മുല കൊടുക്കുന്ന വകയിൽ ഫിർഔനിനെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ചു. അതല്ലേ അല്ലാഹുവിന്റെ അധികാരവും കഴിവും. ലഹുൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അങ്ങനെ സംഭവങ്ങൾ നോക്കിയാൽ എത്രയെത്ര സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ കഴിവ്, ആ കഴിവിന്റെ കീഴിൽ അധീനപ്പെട്ടുകൊണ്ടല്ലാതെ ഇവിടെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല തബാറക സൂറത്തിൽ അവന്റെ അധികാരത്തെ സംബന്ധിച്ചും അവനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും ജീവിക്കേണ്ടതിനെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തബാറക സൂറത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അത് മക്കിയാണ്. മക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ സൂറത്താണ്. ആ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ചിറങ്ങിയതാണ്. അങ്ങനെ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സൂറത്തുകൾ പരിശോധിച്ചാൽ അതിന്റെ സിംഹഭാഗവും വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതായിരിക്കും. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് കിട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹസപ്പെട്ടത്. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അവര് നേരത്തെ കണ്ടുവച്ചിരുന്ന ചില ദൈവങ്ങളുണ്ട്, ചില അവിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിന് തന്നെ ഉറച്ചു നിൽക്കുന്ന ജനങ്ങളെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരാൻ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനാണല്ലോ ആ 13 കൊല്ലവും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ ഏത് സൂറത്തുകൾ എടുത്തു നോക്കിയാലും വിശ്വാസപരമായ കാര്യങ്ങൾ ഉറപ്പിക്കുന്നതും അള്ളാഹുവിനെ അറിയിക്കുന്നതുമായ സൂറത്തുകളായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ തബാറക സൂറത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ നിക്കാഹിന്റെ മസ്അലയോ തലാഖിന്റെ മസ്അലയോ കച്ചവടത്തിന്റെ കാര്യങ്ങളോ തബാറക സൂറത്തിൽ അത്തരത്തിലുള്ള കർമ്മപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേക പരാമർശങ്ങൾ കാണുകയില്ല. അതുപോലെ മറ്റ് മസ്അലകൾ കാണുകയില്ല.
തബാറക സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ചുരുക്കി ഇന്നലെ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതലുള്ളതും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അവന്റെ ശക്തിയെക്കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ അധികാരത്തെക്കുറിച്ച്, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, അവന്റെ അറിവിനെ കുറിച്ച്, അവന്റെ ഇസ്സത്തിനെ കുറിച്ച്, അവൻ പുറത്തു കൊടുക്കുന്ന രാജാവാണെന്നതിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസ കാര്യങ്ങളിലേക്കാണ് തബാറക സൂറത്തിന്റെ ഏകദേശ ഭാഗങ്ങളും എന്നല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ മുഴുവനും എന്ന് തന്നെ പറയാം, പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വിവരിക്കുന്നതും. എന്നാൽ സുഹൃത്തുക്കളെ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ഈ സൂറത്തിന്റെ നേരെ മുന്നേ വേറൊരു സൂറത്തുണ്ട്. അതാണ് സൂറത്തു തഹ്രീം. സൂറത്തുകൾക്കിടയിൽ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾക്കിടയിൽ പരസ്പര യോജിപ്പുകൾ ഉണ്ടാകും. അതേ ആ സൂറത്തു തഹ്രീം, സൂറത്തു തഹ്രീമിന്റെ അവസാനം വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ അവസാനം പറയുന്നത് 4 സ്ത്രീകളെ സംബന്ധിച്ചാണ്. 2 സ്ത്രീകൾ ഈമാനില്ലാതെ ജീവൻ പോയവരാണ്. 2 സ്ത്രീകളോ അവർ ഈമാനിലായി ജീവിച്ച് വലിയ സ്ഥാനം ലഭിച്ചവരാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ. 2 സ്ത്രീകളെ സംബന്ധിച്ച് ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ഈ അവസാനത്തെ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന ഈ 4 സ്ത്രീകളുടെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തബാറക സൂറത്തിന്റെ ആരംഭം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയാം. അത് മനസ്സിലാകണമെങ്കിൽ സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗം ഒരു ചെറിയ വിവരണം വേണം. അല്ലാഹു പറയാണ്, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലീങ്ങളിൽപ്പെട്ട 2 മഹാന്മാർ, ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്, ഒന്ന് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവർക്ക് 2 ആൾക്കും ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യമാരെ സംബന്ധിച്ച് പറയാണ്, കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി. അവർ 2 പേരും സജ്ജനങ്ങളിൽപ്പെട്ട നല്ലവരായ 2 അടിമകൾ, നമ്മളുടെ അടിമകൾ. അങ്ങനെ ആ 2 നമ്മളുടെ അടിമകളായ 2 മഹാന്മാർ അവരുടെ കസ്റ്റഡിയിലായിരുന്നു, അഥവാ അവരുടെ ഭാര്യമാരായിരുന്നു. ഫഖാനതാഹുമാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയും അവർ 2 പേരും ഈ 2 മഹാന്മാരാകുന്ന ഭർത്താക്കന്മാരെ ചതിച്ചു കളഞ്ഞു. ഫഖാനതാഹുമാ. അവരെന്താണ് ചെയ്തത്? ആ നല്ലവരായ ഭർത്താക്കന്മാരുടെ താല്പര്യത്തിന് നിന്നുകൊടുക്കുന്നതിന് പകരം ആ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ അവർ താല്പര്യമുള്ളവരായി. അങ്ങനെയാണല്ലോ സുഹൃത്തുക്കളെ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് സുന്ദരന്മാരായ കൗമാരപ്രായമുള്ള കുട്ടികളെപ്പോലെ ബഹുമാനപ്പെട്ട മലക്കുകൾ വന്നപ്പോൾ, ആ മലക്കുകൾ വന്നത് പരീക്ഷണത്തിന് വേണ്ടി വന്നതായിരുന്നു. നല്ല കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികൾ. ആ ആൺകുട്ടികളിലേക്ക് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണല്ലോ. അന്യ സ്ത്രീകളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമുള്ളതുപോലെ കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ പോലുള്ള കിതാബുകളിൽ ഉണ്ട്. ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അത്തരം പ്രായത്തിലുള്ള ഭംഗിയുള്ള കുട്ടികളും മനസ്സിലാക്കേണ്ടതാണ്.
പലപ്പോഴും ഉസ്താദിന്റെ സമീപത്ത് ബറക്കത്ത് കിട്ടാനെന്ന നിലക്ക് ഉസ്താദിനൊന്ന് കൈകൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി കുട്ടികൾ വന്നേക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഉസ്താദ് തലയിലൊന്ന് കൈവച്ച് കൊടുത്ത് ചിലപ്പോൾ വിട്ടേക്കും. ഉസ്താദൊന്നും എനിക്ക് കൈ തന്നില്ലല്ലോ എന്നൊരു പരാതി അത്തരം മക്കൾക്കുണ്ടാകരുത്. കാരണം അതാ ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമുള്ളത് പോലെ ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും ഹറാമാണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആൺകുട്ടികളെ മുഖത്തേക്ക് നോക്കുന്നത് വികാരത്തോടുകൂടിയാണെങ്കിൽ ഹറാമാണെന്നും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വികാരമില്ലെങ്കിലും ഹറാമാണെന്നത്രേ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം കേട്ടോ. അങ്ങനെ ഒരു അഭിപ്രായം ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ അല്പം ഇൻസൾട്ടാക്കി സംസാരിച്ചു പോയ ഒരു ഇമാം ആയിരുന്നു അല്ലാമാരിമി റഹിമഹുല്ലാഹ്. പക്ഷേ അതിന്റെ പേരിൽ ആ മഹാൻ മരണപ്പെട്ടപ്പോൾ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ഇൻസൾട്ടാക്കി സംസാരിച്ചു പോയ നാവ് കിടക്കുന്ന മയ്യത്തിൽ നിന്ന് ഒരു ചെറിയ ജീവി വന്ന് ഒരു കീരിയെപ്പോലെ അല്ലെങ്കിൽ പൂച്ചയെപ്പോലുള്ള മൃഗം വന്ന് കടിച്ചു കൊണ്ടുപോയതായി മഹാന്മാരായ ഇബ്നുൽ അത്താർ തങ്ങളെ പോലെയുള്ള അതുപോലെ ഇമാം സുയൂത്തിയെ പോലുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വളരെ സൂക്ഷ്മതയുള്ള അഭിപ്രായമാണ്. അത്തരത്തിലുള്ള ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കുന്നതും ഹറാമിലേക്ക് പോകാൻ നിമിത്തമാകുമല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഖുല്ലിൽ മുഅ്മിനീന യഖുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഈമാനുള്ളവരോട് പറയൂ നബി, അവർ കണ്ണടക്കട്ടെ, ഹറാം നോക്കാതെ കണ്ണടക്കട്ടെ, അവരുടെ രഹസ്യാവയവങ്ങൾ സൂക്ഷിക്കട്ടെ. അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധിക്ക് നല്ലത്. അതാണ് പരിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ ഉപയുക്തമായത് എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അത് വേറെ ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, സ്വകാര്യത്തിലല്ലേ ഞാനും ഈ കുട്ടിയുമോ അല്ലെങ്കിൽ ഞാനും ഈ പെൺകുട്ടിയുമോ മാത്രമല്ലേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കല്ലേ. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അവര് പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു നന്നായി അറിയുന്നവനാണ് നിശ്ചയം. അപ്പോൾ സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികളുടെ വേഷത്തിൽ മലക്കുകൾ വന്നപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത വിഷമം. എന്താണ്? നാട്ടുകാർ, ദുഷ്ടന്മാരായ നാട്ടുകാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം കഴിച്ച് ഭാര്യമാരുമായി ബന്ധപ്പെട്ട് സന്തോഷം പങ്കിടാൻ അല്ലാഹു തആല നിയമം കൊടുത്തെങ്കിലും ആ നിയമം സ്വീകരിക്കാതെ അവർ അല്ലാഹുവാണ് ഞങ്ങൾക്ക് ആരോഗ്യം തന്നത്, അവനാണ് ശരീരങ്ങൾ തന്നത്, അവയവങ്ങൾ തന്നത്, അവനാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബ് എന്ന ചിന്തയില്ലാതെ അവർ പലരുടെയും പിൻദ്വാരത്തിൽ, മലദ്വാരത്തിൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന ദുഷിച്ച സ്വഭാവക്കാർ. ആ ദുഷിച്ച സ്വഭാവക്കാർ അറിഞ്ഞാൽ എൻ്റെ ഈ വീട്ടിൽ വന്ന അതിഥികളെ അവർ വന്ന് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമോ എന്ന ഭയം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി. അതൊക്കെ വലിയ സംഭവം, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ വന്നവരെയാണല്ലോ പിന്നീട് തലകീഴ് മറിച്ചുകൊണ്ട് ആ നാട് തന്നെ തലകീഴായി മറിച്ചുകൊണ്ട് ശിക്ഷിച്ചു കളഞ്ഞതും അതുപോലെ വലിയ ശിക്ഷകൾ കൊടുത്തിട്ടുള്ളതും. എന്നാൽ ആ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വീട്ടിൽ ഈ അതിഥികൾ വന്ന വിവരം അറിയിച്ചത് ആരാണ്? അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ നിഷ്കളങ്കമായ പവിത്രമായ ജീവിതത്തോട് ഒരിക്കലും അനുകൂലമായി നിൽക്കാത്ത ദുഷ്ട സ്വഭാവമുള്ള ദുഷിച്ച ഭാര്യ.
അതാണ് ഫഖാനതാഹുമാ, അവർ ഈ മഹാന്മാരായ അമ്പിയാക്കളെ ചതിച്ചു കളഞ്ഞു, അവരുടെ വഴിയിൽ നീങ്ങിയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് പകരം അവളും മറ്റ് ശക്തികളിലേക്ക്, ദുഷ്ശക്തികളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെ സ്വന്തം ഭർത്താക്കന്മാർ വളരെ നല്ലവരായിട്ട് പോലും അവർക്ക് ആ ഭർത്താക്കന്മാരുടെ വഴിയിൽ ചിന്തിക്കാൻ തോന്നിയില്ല. അവർ ചിന്തിച്ചില്ല, അവർ ഭർത്താക്കന്മാരെ ചതിച്ചു. ഇടയ്ക്കൊരു കാര്യം പറയുന്നു, ബക്കറ്റ് കൊടുത്തേക്കും, നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പരിപാടികൾക്ക് തന്നെ വലിയ ലക്ഷക്കണക്കിന് ചെലവ് വരുന്നതിൻ്റെ പുറമെ നമുക്ക് ഒരുപാട് സംഖ്യകൾ ആവശ്യമുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് പർദ്ദ ധരിക്കണമെന്ന് പറയുമ്പോൾ, ഭർത്താവ് ശരീരം മറക്കണമെന്ന് പറയുമ്പോൾ, ഭർത്താവ് അന്യപുരുഷനെ ടെലിഫോൺ ചെയ്യരുതെന്ന് പറയുമ്പോൾ, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന സഹോദരിമാരാകരുത്. ഭർത്താവിനെ വഞ്ചിച്ച രണ്ട് സ്ത്രീകൾ അല്ലാഹു പറയാൻ, ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അവർക്ക് അല്ലാഹുവിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലാഹു അവരെ ചെയ്യുന്നത് തടുക്കാനും കഴിഞ്ഞില്ല. വഖീല ദഖുലൻ നാറ മഅദ്ദാഖിലീൻ, വളരെ മഹത്വമുള്ള രണ്ട് മഹാന്മാരുടെ ഭാര്യമാരാണെങ്കിലും അവര് ശരിയായ വഴിക്ക് വരാതിരുന്നപ്പോ, ശരിയായ വിശ്വാസത്തിലും കർമ്മത്തിലും നീങ്ങാതിരുന്നപ്പോ, വഖീല ദഖുലൻ നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ കിടക്കുന്നവരുടെ കൂടെ നിങ്ങളും കടന്നോളൂ എന്ന നിലക്കാണ് അവർക്ക് ഓർഡറുണ്ടായത്. വലിയ മഹാന്മാരുടെ ഭാര്യയായിട്ടും നരകത്തിലായി പോയി. വല്ലാത്ത ഗതികേട് തന്നെ. ഭർത്താവിന് കുട്ടിയെ ദർസിൽ പറഞ്ഞേക്കണം എന്നുണ്ട്, ഭർത്താവിന് കുട്ടിയെ ദേവാ കോളേജിലേക്കണം എന്നുണ്ട്. ഭാര്യ സമ്മതിക്കുന്നില്ല. ഭർത്താവിന് കുട്ടിയെ സുബ്ഹിക്ക് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കണമെന്നുണ്ട്. ഭാര്യ തടസ്സം ചെയ്യുന്നു. ഇപ്പൊ ഉറങ്ങുമ്പം വിളിക്കണ്ട, അവളെങ്ങണീക്കും അല്ലെങ്കിൽ അവനെങ്ങണീക്കും. ഭർത്താവിന് കുട്ടിയെ നോമ്പ് പരിശീലിപ്പിക്കണമെന്നുണ്ട്. ഭർത്താവ് കാണാതെ മകന് പത്തിരിയിട്ട് കൊടുക്കുകയാണ് ഭാര്യ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭർത്താവ് നല്ല നിലക്ക് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരണമെന്നുണ്ട്. ഭാര്യ സമ്മതിക്കുന്നില്ല. മകന്റെ കല്യാണം വരുമ്പോ ഭർത്താവ് പറയുന്നു, പേക്കൂത്തുകളൊന്നും ഇവിടെ വേണ്ട. ഭാര്യ മെല്ലെ സ്വകാര്യത്തിൽ മകനെ വിളിച്ചിട്ട്, അതൊക്കെ അവിടുന്ന് പറഞ്ഞോട്ടെ, നീ ഏതായിരുന്നാലും നമുക്ക് പുതിയാപ്പിള പറഞ്ഞാന്ന് പറയാ, ഉള്ള പേക്കൂത്തൊക്കെ കൊണ്ടുവരണം. ഇങ്ങനെ ഉമ്മാന്റെ അനുകൂല മനസ്സ് അത് ചൂഷണം ചെയ്ത് ഈ മകൻ ദുഷിച്ചു പോകുന്നു. ആരാണ് ഉത്തരവാദി? ഭർത്താവ് നന്നായതുകൊണ്ട് മാത്രം മക്കൾ നന്നാവോ? രണ്ടു കൂട്ടരും തീരുമാനിക്കണ്ടേ? അപ്പോൾ വലിയ മഹാന്മാരായ രണ്ട് അമ്പിയാക്കൾ അവരുടെ രണ്ട് ഭാര്യമാർ ദുഷിച്ചു പോയതിനാൽ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അവര് രണ്ടുപേരും നരകത്തിൽ കടക്കേണ്ടി വന്നു. ഇതാണ് സൂറത്തു തഹ്രീമിന്റെ അവസാനത്തിൽ പറഞ്ഞ ഈമാനില്ലാത്ത രണ്ട് സ്ത്രീകളുടെ സംഭവം. അത് പറഞ്ഞ ഉടനെ മറ്റ് രണ്ട് സ്ത്രീകളെ പറയുകയാണ് അല്ലാഹ്, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. മറ്റൊരു ഉദാഹരണം പറയാനുള്ളത്, ഇപ്പോൾ പറഞ്ഞത് ഒരു ഉപമയാണ്, ഒരു ഉദാഹരണമാണ്. രണ്ട് സ്ത്രീകൾ
ഇനി പറയുന്നത് വേറെ 2 സ്ത്രീകൾ. ഒന്നാരാണ്? ഫിർഔനിന്റെ ഭാര്യയാണ്. ഫിർഔൻ നമുക്കറിയാമല്ലോ, ലോകധികാരി, ലോക അഹങ്കാരി, ലോക തീവ്രവാദി, ഭീകരവാദി, അക്രമകാരി, ചെറിയ പിഞ്ചുമക്കളെ കൊല്ലുന്നതിന് മടിയില്ലാത്ത തീവ്രവാദികളില്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു നാട്ടിൽ കൊണ്ടുപോയി ബോംബിടുമ്പോ, അതേ ഒരു പ്ലെയിന് നശിപ്പിക്കുമ്പോ, ഒരു ട്രെയിനിന്റെ റെയിൽ പാലം മുറിച്ചു വെക്കുമ്പോ, ഒരു ബസ്, ആ ബസ്സിൽ സ്ഫോടനമുണ്ടാക്കുമ്പോ, ഒരു ടൗണിൽ ഒരു സ്ഫോടനം സംഘടിപ്പിക്കുമ്പോ എത്ര പിഞ്ചുമക്കളാണ് പൊട്ടിത്തെറിക്കുന്നത്, എത്ര നിരപരാധികളായ സ്ത്രീകളാണ് പൊട്ടിത്തെറിക്കുന്നത്, എത്ര പ്രായമുള്ള വാർദ്ധക്യം ചെന്ന ആളുകളാണ് മരിച്ചു വീഴുന്നത്. ഒരു മടിയും തീവ്രവാദിക്കില്ലല്ലോ, ഭീകരവാദിക്കില്ലല്ലോ. അതാ ഫിർഔൻ ചെറിയ പിഞ്ചുമക്കളെ അരിഞ്ഞു വീഴ്ത്തുന്നതിൽ അവനൊരു പ്രയാസവും തോന്നിയില്ല. അത്ര വലിയ ധിക്കാരിയായ, തമ്മാടിയായ, അഹങ്കാരിയായ ഫിർഔനിന്റെ ഭാര്യ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ, ആ മഹദി അല്ലാഹുവിനെ കുറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടപ്പോ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി ഫിർഔൻ സംഘടിപ്പിച്ച മുഴുവൻ സാഹിരീകളുടെയും വടികളും കയറുകളുമൊക്കെ പിടിച്ച് വിഴുങ്ങിയപ്പോൾ സാഹിരീങ്ങളുടെ പരാജയം, അല്ലാഹുവിന്റെ നബിയായ മൂസാ നബിയുടെ വിജയം അത് ബോധ്യപ്പെട്ടപ്പോൾ, മുഅ്ജിസത്ത് കണ്ടപ്പോൾ മൂസാ നബിയിൽ വിശ്വസിച്ചു, അല്ലാഹുവിനെ അംഗീകരിച്ച് വിശ്വസിച്ചു. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ശിക്ഷിക്കാൻ തുനിഞ്ഞ ഫിർഔൻ കൊണ്ടുപോയി മലർത്തിക്കിടത്തിയിട്ട് കയ്യിന്റെ മേലെ ആണിതറിച്ചില്ലേ, കാലിന്റെ മേലെ ആണിതറിച്ചില്ലേ, ശരീരത്തിന്റെ പല ഭാഗത്തും ആണിതറിച്ചില്ലേ. പക്ഷേ ഈമാനുറച്ച പെണ്ണ് ബീവി ആസിയ കുലുങ്ങിയില്ല. ആസിയ ബീവിയുടെ ഈമാൻ തെറ്റിയില്ല. അങ്ങനെയുമില്ലേ ചില സ്ത്രീകൾ, ഭർത്താവ് മദ്യപാനിയാണ്, ഭർത്താവ് നിസ്കരിക്കുന്നില്ല, ഭർത്താവ് കള്ളു കുടിക്കുകയാണ്, ഭർത്താവ് ശരീരം മറക്കാതെ പുറത്തിറങ്ങാൻ നിർബന്ധിക്കുകയാണ്, സിനിമക്ക് പോകാൻ, നാടകത്തിന് പോകാൻ, ചന്തയിൽ പോകാൻ വിളിക്കുകയാണ്, ഭർത്താവ് റമദാനിന്റെ 27-നും 28-നുമൊക്കെ അങ്ങാടിയിൽ കൂടി കറങ്ങാൻ ഭാര്യയെ നിർബന്ധിക്കുകയാണ്. അവിടെ എല്ലാം ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ പിന്തുടർന്ന് ഉറച്ച ഈമാനോടെ, നിങ്ങളോ അങ്ങനെയായി, എന്നെ അതിന് കിട്ടൂല, ഞാൻ എന്റെ റബ്ബിന്റെ വെള്ളമാ കുടിക്കുന്നത്, ഞാൻ എന്റെ റബ്ബിന്റെ ഓക്സിജനാ ശ്വസിക്കുന്നത്, ആ റബ്ബ് തന്ന ആരോഗ്യത്തിലാ ജീവിക്കുന്നത്, അവൻ തന്ന ഭംഗിയാണ് എനിക്കുള്ളത്, അവൻ തന്ന ശരീരമാണ് എനിക്കുള്ളത്, അവൻ എന്റെ രഹസ്യമറിയും പരസ്യമറിയും. ഇന്ന് വിലസാനിറങ്ങുന്ന എനിക്ക് നാളെ റബ്ബൊരു രോഗം തന്നാൽ ഭർത്താവായ നിങ്ങൾക്കത് തടുക്കാൻ കഴിയോ? നിങ്ങൾക്കത് ഇല്ലാതാക്കാൻ കഴിയോ? ഇന്ന് റബ്ബ് തന്ന അനുഗ്രഹം അവൻ പിൻവലിച്ചാൽ നിങ്ങൾക്കത് മാറ്റിമറിക്കാൻ കഴിയോ? എന്റെ മരണസമയത്ത് നിങ്ങൾ എന്നെ സഹായിക്കാനുണ്ടാകുമോ? ഖബറിൽ നിങ്ങൾ എന്റെ കൂടെ കിടക്കുമോ? ഇത്തരത്തിലുള്ള ചിന്തകൾ തട്ടി വിളിച്ചുകൊണ്ട് ഭർത്താവിനെയും കൂടി തട്ടി ഉണർത്തുന്ന നല്ല സ്ത്രീകളില്ലേ? പക്ഷേ ഫറോവ ചക്രവർത്തി മൂസാ നബിയുടെ ഉത്ബോധനം തന്നെ സ്വീകരിക്കാത്തവനായതിനാൽ അവനെ ഉപദേശിച്ച് നന്നാക്കാൻ ആസിയ ബീവിക്ക് കഴിഞ്ഞില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിന്റെ പല ഭാഗത്തും ആണി തറിച്ചേറ്റിയപ്പോൾ
റബ്ബിനോടങ്ങ് ദുആ ചെയ്യുകയാണ്. അതാണ് റബ്ബ് പറയുന്നത്, ഇത് ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എനിക്കൊരു വീട് പണിയണേ റബ്ബേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ ഫിർഔനിൽ നിന്നും അവന്റെ കിരാതമർദ്ദനങ്ങളിൽ നിന്നും മർദ്ദിക്കുന്ന ജനങ്ങളിൽ നിന്നും എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ. ബീവി ആസിയ റളിയല്ലാഹു അൻഹയുടെ റൂഹ് അല്ലാഹു പിടിച്ചു. നെഞ്ഞിൽ കല്ലിട്ടുരുട്ടപ്പോൾ ജീവനില്ല. സുഹൃത്തുക്കളെ, ചിലർക്ക് നാളൊരു ദിവസം ഒരാള് എന്നോട് ചോദിച്ചു, മരിച്ചതിന് ശേഷം വേദനയുണ്ടാകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടാവില്ല. മരിച്ചതിന് ശേഷം സാധാരണ നിലക്കുള്ള വേദന ഉണ്ടാവില്ല. അല്ലാഹു തആല വേദനിപ്പിച്ച വേദനയാവില്ല എന്നല്ല, ഖബറിൽ അദാബൊന്നുമില്ല എന്നല്ലോ, അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. മരിച്ചതിന് ശേഷം ഒരു മയ്യത്ത് ഒരാൾ എടുത്തു പൊക്കുന്ന സമയത്ത് മയ്യത്ത് വീണുപോയി, അപ്പോഴേക്ക് മയ്യത്തിന് വല്ലാതെ വേദനിച്ചു എന്ന് വിചാരിക്കേണ്ടതില്ല. അവിടെങ്ങനെ ഇട്ട് നിലത്തിടാം എന്ന് ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട, അത് കടുത്ത ഹറാമാണ്. ഒരു മയ്യത്തിനെ ഒരൽപ്പവും നിന്ദിക്കാൻ പാടില്ല. വളരെയേറെ ആദരിച്ച് മുഅ്മിനീങ്ങളുടെ മയ്യത്ത് ആദരിച്ചു കൊണ്ടാണ് കൊണ്ടുപോകേണ്ടത്. അതേസമയത്ത് മയ്യത്തിന് വേദനിച്ചു എന്ന് വിചാരിക്കരുത്. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ചില മയ്യത്തുകളുണ്ടാകും. അല്ലാഹു തആല അത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ. അതേസമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മയ്യത്തുകളെ കുറിച്ച് മോശം വിചാരിക്കരുത്. കാരണം വെള്ളത്തിൽ വീണ് മരിച്ചാൽ ഷഹീദാണ്, അറിയാതെ തീപ്പൊള്ളി മരിച്ചാൽ ഷഹീദാണ്, അതുപോലെ അറിയാതെ അപകടം പറ്റി മരിച്ചാൽ ഷഹീദിന്റെ കൂലി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്ലേഗ് രോഗം കൊണ്ട് മരിച്ചാൽ, പ്രസവവേദന കിട്ടി മരിച്ചാൽ, അങ്ങനെയുള്ള വേദനകൾ, അങ്ങനെയുള്ള മരണങ്ങളെല്ലാം ഷഹീദിന്റെ മരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നാൽ, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മയ്യത്തിന് വേദനിക്കും എന്ന് വിചാരിക്കേണ്ടതില്ല. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതേസമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ ഒരു മയ്യത്ത് നമുക്ക് സർക്കാർ തലത്തിൽ, ഗവൺമെന്റ് തലത്തിൽ വിട്ടുകിട്ടുമെങ്കിൽ അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടതും, അതിലാണ് നമ്മൾ അങ്ങനെയാണ് മറവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതും. അത് മറ്റൊന്നാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിൽ കല്ല് വെച്ച് ഉരുട്ടിയപ്പോൾ വഫാത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മഹദി വേദന അറിഞ്ഞിട്ടില്ല, സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിച്ചിട്ടുണ്ട്. ആ മഹദിയെ സംബന്ധിച്ചാണ് സൂറത്തു തഹ്രീമിൽ പിന്നീട് പറഞ്ഞത്. ഭർത്താവ് എത്ര ദുഷ്ടനാണ്, പക്ഷേ ഭാര്യ എന്തൊരു മഹദിയാണ്. ബീവി ആസിയ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹാക്ക് വഫാത്ത് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂടെ ഭാര്യയായി വരുന്ന എന്റെ ഭാര്യമാർക്ക് സലാം പറയണം നിങ്ങൾ പോയാൽ. അതിലൊന്ന് ബീവി ആസിയ റളിയല്ലാഹു അൻഹയാണ്, സ്വർഗത്തിൽ നബി തങ്ങളുടെ ഭാര്യ. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. മറ്റൊരു സ്ത്രീയാണ് ഇമ്രാനിന്റെ ഭാര്യ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആ മഹദിയെ കുറിച്ച് റബ്ബ് പറയാണ്, അഹ്സനത്ത് ഫർജഹാ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ രഹസ്യാവയവങ്ങൾ വല്ലാതെ സൂക്ഷിച്ച് ജീവിച്ച മഹദി. ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ. ആ മറിയം ബീവിയിൽ നമ്മളുടെ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ പടച്ചു. അതിനാവശ്യമായ സംവിധാനം ചെയ്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന
അല്ലാഹു ജല്ല ജലാലുഹു അതാ മഹദിയുടെ മാറിടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ഊതിപ്പിച്ച് അതാ ഗർഭം കൊടുത്തു. പടച്ച റബ്ബിന് അവൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ ഭാര്യ ഭർത്താവില്ലാതെ ആദം നബിയെ സൃഷ്ടിച്ചവനല്ലേ അല്ലാഹ്. അതുപോലെ ഭർത്താവില്ലാതെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ ഈസാ നബിയെ പടച്ചവനല്ലേ അല്ലാഹ്. അതുകൊണ്ട് ഓ പ്രകൃതിവാദക്കാരെ, ഇവിടെ നടക്കുന്നതൊക്കെ പ്രകൃതി അനുസരിച്ചെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എന്തേ മറിയം ബീവി പ്രസവിച്ചതുപോലെ താനേ ഒരു പെണ്ണ് പ്രസവിക്കാത്തതെന്തേ? പ്രകൃതിയാണെങ്കിൽ എല്ലാ പെണ്ണും പ്രസവിക്കണ്ടേ? അല്ല പോകട്ടെ, ഭർത്താവ് ഉണ്ടായിട്ട് തന്നെ എന്തേ പല സ്ത്രീകളും പ്രസവിക്കാത്തത്? അങ്ങനെയാണ് പ്രകൃതിയെങ്കിൽ എല്ലാവരും പ്രസവിക്കണ്ടേ? പടക്കുന്നവൻ അല്ലാഹു തന്നെ, പ്രകൃതിയല്ല, അതേ സൃഷ്ടിയല്ല. അവൻ ഉദ്ദേശിച്ചത് അവൻ പടക്കുമ്പോൾ ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ആ മൂസാ നബിയെ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മറിയം ബീവിയിൽ സൃഷ്ടിച്ചു. അല്ലാഹ് പറയുന്നു വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി. ആ മഹദി അല്ലാഹുവിന്റെ വചനങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച മഹദിയാണ്. വകുതുബിഹി അവന്റെ കിതാബുകൾ അംഗീകരിച്ച് വിശ്വസിച്ച മഹദിയാണ്. വകാനത് മിനൽ ഖാനിതീൻ. ആ മഹദി നിസ്കരിക്കുന്നവരിലും പടച്ചവന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരിലും മഹാന്മാരിലും ഉൾപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി. ആ മഹദിക്ക് മനപ്രയാസമുള്ള സമയത്ത് അല്ലാഹു തആല എത്ര കറാമത്തുകളാണ് കാണിച്ചു കൊടുത്തത്. അല്ലാഹു എന്തെല്ലാം അധികാരങ്ങളാണ് കൊടുത്തത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഭൗതികമായ അധികാരമെന്ന്. വേദനിക്കുന്ന സമയം പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ആളുകൾക്ക് പലതും പറയുന്നു. പക്ഷേ മനസ്സിനൊരു പ്രശ്നവുമില്ല. അല്ലാഹ് അറിയുമല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഓർഡർ ലഭിക്കുന്നു, പോയിട്ട് കുലിക്കോ ഈത്തപ്പന പിടിച്ച് കുലുക്കിക്കോ, നല്ല ഈത്തപ്പഴം വീഴും. സുബ്ഹാനല്ലാഹ്. ഇളനീര് കിട്ടാൻ വേണ്ടി ആരെങ്കിലും തെങ്ങ് പിടിച്ച് കുലുക്കാറുണ്ടോ? ഇളനീര് കിട്ടാൻ വേണ്ടി തെങ്ങ് പിടിച്ച് കുലുക്കിയാൽ ഇളനീര് കിട്ടുമോ? പ്രസവിച്ച ഉടനെ ദുർബലയായി കിടക്കുന്ന ഈ സ്ത്രീ ഈത്തപ്പന കുലുക്കുമ്പോൾ പഴുത്ത ഈത്തപ്പഴം വീഴുന്നു. അല്ലാഹുവല്ലേ കൊടുക്കുന്നത്, അവനല്ലേ അധികാരം. ഈത്തപ്പഴം വീഴുന്നു. അവിടെ തഫ്സീറുകളിലുണ്ട് ഉണക്ക് ഈത്തപ്പന മരമാണ് കുലുക്കിയത്. പച്ചയാൽ തന്നെ വലിയ കറാമത്തല്ലേ. പച്ച ഈത്തപ്പന കുലുക്കിയാൽ ഈത്തപ്പഴം വീഴുമോ? ഈത്തപ്പന കുലുക്കിയ കൈ കുലുക്കുക എന്നല്ല, ഈത്തപ്പന കുലുക്കുമോ? പക്ഷേ ഈത്തപ്പഴം വീഴുന്നു. സുഹൃത്തുക്കളെ, ആ ഇമ്രാന്റെ മകൾ, ഞാൻ നേരത്തെ പറയുമ്പോ ഇമ്രാന്റെ ഭാര്യ ഈ എന്ന് പറഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഇബ്നത്തെ ഇമ്രാന്റെ മകൾ. ആ ഇമ്രാനിന്റെ മകൾ മറിയം ബീവി റളിയല്ലാഹു അൻഹാ മഹദിക്ക് അല്ലാഹു തആല എന്തെല്ലാം കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് സക്കരിയ നബി അലൈഹിസ്സലാം കയറി ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം. ഏത് ഭക്ഷണം? ആ സീസണിൽ കിട്ടാത്ത പഴങ്ങൾ. എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോ അന്നാലക്ക് ഹാദാ ഖാലത്ത് മിൻ ഹുവ മിൻ ഇൻദില്ലാഹ്. അല്ലാഹുവിൽ നിന്ന്. അല്ലാഹുവിന് ഏത് സീസണിലും കൊടുത്തുകൂടെ എന്ത് പഴവും? അല്ലാഹുവിന്റെ അധികാരം അത് വലിയ അധികാരം. ലഹുൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഏത് സീസണിലും എന്തും കൊടുക്കാനും അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ 4 സ്ത്രീകളുടെ സംഭവം, 2 മഹദികൾ, 2 ദുഷ്ടയായ സ്ത്രീകൾ. എന്റെ സഹോദരിമാരെ, ഭർത്താവ് മോശമായാൽ അവരെ നല്ലവരാക്കി മാറ്റിയെടുക്കാൻ നിങ്ങളുടെ തലയണി മന്ത്രങ്ങൾ സഹായകമാകണം. ഭർത്താവിനോട് നിങ്ങൾ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഭർത്താവ് തീരുമാനിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കല്യാണത്തിന് കുറെ മുട്ടും പാട്ടും, അള്ളാഹ് പൊരുത്തപ്പെടുന്നതും പൊരുത്തപ്പെടാത്തതും കൂട്ടിക്കലർത്തി. പകൽ സമയത്ത് നിക്കാഹിന് വലിയ തങ്ങള്, വലിയ മുസ്ലിയാര് എല്ലാരെയും ക്ഷണിച്ച്
തലേന്ന് രാത്രിയിൽ അല്ലെങ്കിൽ പിറ്റേന്ന് രാത്രിയിൽ ആ മുസ്ലിയാർ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത, കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ദുഷ്ചെയ്തികൾ, അത് ഭർത്താവ് തീരുമാനം. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ഖാദിയാരെ വിളിച്ചത്? നിങ്ങൾ എന്തിനാണ് ആ തങ്ങളെ വിളിച്ചത്? എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെയും കൂടി ആളുകൾക്കിടയിൽ വഷളാക്കുന്നത്? നമുക്ക് ഈ കല്യാണം നടന്നാൽ നമ്മളെ മക്കളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ലഹുൽ മുൽക്ക്, അധികാരം അല്ലാഹുവിനല്ലേ. ഈ എത്ര ഇന്നും ഇന്നലെയും എത്ര ആളുകൾ പറഞ്ഞു ഭാര്യയുമായി ഒത്തുപോകുന്നില്ല. ഇന്ന് ഇപ്പോൾ ഈ സദസ്സിൽ അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് എൻ്റെ സദസ്സിൽ 3 ആൾ മാത്രമേ ഉള്ളൂ. കുറച്ചാൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പാലക്കാട്ട് നിന്ന് വരുന്നതായതുകൊണ്ട് ഈ സാഹിത്യം മഗ്രിബിൻ്റെ കൂടെ ജമാക്കി നിസ്കരിച്ചിരുന്നു. ഞാൻ വന്ന് സ്റ്റേജിലിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ വന്നു. അദ്ദേഹം പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നുപോയി, അതിന് നിങ്ങളൊന്ന് സംസാരിക്കുമോ എന്നാണ്. അല്ലാഹു തആല ആ ബന്ധം നന്നാക്കി കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ ഒരു ചെറുപ്പക്കാരനായ സയ്യിദ് വന്നു. ഭാര്യയെ കല്യാണം കഴിച്ചിട്ട് ഇന്നേവരെയും ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനായ സയ്യിദിന്റെ ഭാര്യയുടെ രോഗം എന്ത് ശൈത്താന്റെ രോഗമോ മാനസികമായ അസ്വസ്ഥതയോ എന്ത് രോഗമാണെങ്കിൽ നീ തബാറക സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. നല്ല ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ച ഒരു തങ്ങൾ കുട്ടി. തങ്ങന്മാര് കുട്ടികൾ പഠിച്ചാൽ വലിയ ബഹുമാനമാണ്, വലിയ സ്വീകാര്യതയാണ്. അൽഹംദുലില്ലാഹ് പലപ്പോഴും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടി. അല്ലാഹുവേ, ആ ബീവിയുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കല്യാണത്തിന്റെ സമയത്തുണ്ടാകുന്ന തെറ്റായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്നിവിടെ ഒരു ചർച്ച നടന്നു. നമ്മുടെ നാദാപുരം ഖാദിയടക്കം പലരും ആ പരിപാടിയിൽ പങ്കെടുത്തു. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ കല്യാണം നടന്നാൽ ഇന്ന് ആഹ്ലാദിച്ചാൽ മതിയോ? നാളെ മുതൽക്കുള്ള ജീവിതത്തിൽ ഈ ഭാര്യയും വധുവും വരനും തമ്മിൽ സന്തോഷകരമായ ജീവിതം കൊടുക്കാൻ കഴിയുന്ന ഏത് പ്രമുഖനാണ് ലോകത്തുള്ളത്? ഏത് പുതിയാപ്പിളയാണുള്ളത്? പുതിയാപ്പിള കൊണ്ടുവന്നതാണ് എന്ന് പറയും ചിലപ്പോ. എന്നാരില്ല അങ്ങനെയുണ്ട്. ഇപ്പൊ ചിലപ്പോ ചില ആളുകളെ കല്യാണത്തിന് പോയാൽ പോയല്ലോ എന്നായി. കാരണം സപ്ലൈ ചെയ്യാൻ വരുന്നത് കുറെ യുവതികൾ, തലമറക്കാത്ത മാറുമറക്കാത്ത കുറെ സ്ത്രീകൾ വന്ന് പുരുഷന്മാർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. എവിടുന്ന് വന്നതാണ് ഈ സംസ്കാരം നമ്മുടെ മുസ്ലിം സമുദായത്തിൽ? പരിശുദ്ധ ഖുർആനിനെ ധിക്കരിച്ചുകൊണ്ടാണോ കല്യാണം? അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ടാണോ കല്യാണ സദ്യ? യാതൊരു മടിയും ഇല്ല. സപ്ലൈക്ക് ആളെ കിട്ടൂല എന്നാ പറയുന്നത്. ആര് പറഞ്ഞു കിട്ടൂല? പുരുഷന്മാരെ കിട്ടാത്ത നാടാണോ നമ്മളെ നാട്? പക്ഷേ ഹറാമും ഹലാലും വില വെക്കുന്നില്ല. ഇവര് മാത്രമേ കല്യാണം നടത്തുന്നുള്ളൂ, വേറെ ആരും കല്യാണം നടത്തുന്നില്ല, വേറെ ആരും സദ്യ കൊടുക്കുന്നില്ല. ഈ യുവതികളെ കൊണ്ടുവന്ന് പുരുഷന്മാർക്ക് സപ്ലൈ ചെയ്യിക്കുന്നവർ, പുരുഷന്മാരെ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ഇടയിലൂടെ നടത്തുന്നവർ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഇസ്ലാമിലൊന്നും നമുക്ക് വിശ്വാസമില്ലേ? വല്ലദീ നഫ്സീ ബിയദിഹി ലാ യുസ്ലിമു അഹദുക്കും ഹത്താ യുസ്ലിമ ഖൽബുഹു വലിസാനുഹു. മനുഷ്യന്റെ മനസ്സും നാവും വിധേയപ്പെടാതെ ഒരാളും മുസ്ലിമാകൂല. മനസ്സ് അല്ലാഹുവിന് വിധേയപ്പെടണം, നാവ് അല്ലാഹുവിന് വിധേയപ്പെടണം. അതില്ലെങ്കിൽ മുസ്ലിമാകൂല. അഹങ്കാരം പാടില്ല, അമിതമായ ആഹ്ലാദം പാടില്ല, പടച്ചവൻ പൊരുത്തപ്പെടാത്തതൊന്നും പാടില്ല. എന്റെ യുവാക്കളെ, ഇന്നലെ മരണപ്പെട്ട് 32 വയസ്സുള്ള ഒരു സഖാഫി, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എന്റെ വളരെ സ്നേഹിക്കുന്ന കോഴിച്ചനയിലാസം മുസ്ലിയാരുടെ മകനാണ് ഞാൻ. ഇന്നലത്തെ നമ്മുടെ പരിപാടി കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പറയട്ടെ, ഈ അടുത്ത് ഹാരിസ് മരണപ്പെട്ടു പോയി. ജാതീരിയിൽ ചെറുപ്പക്കാരനല്ലേ, പെട്ടെന്നല്ലേ.
ഇതുപോലെ എത്ര ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു പോകുന്നു. അല്ലാഹു അവരുടെയൊക്കെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഇന്നലെ ഞാൻ വഅദ് കഴിഞ്ഞ് തൊട്ടടുത്ത് റഫീഖിന്റെ വീട്ടിൽ പോയി. മരണപ്പെട്ട റഫീഖിന്റെ ചെറിയ പിഞ്ചുകുട്ടിയെ കണ്ടപ്പോ മനസ്സ് വേദനിച്ചു. റബ്ബേ, ആ മക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഖൈറും തരണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ചോദിക്കട്ടെ, മരണം ഏത് സമയത്തും വന്നുകൂടെ? അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. സർവ അധികാരവുമുള്ളവൻ, സർവ കഴിവുമുള്ളവൻ, അത് പറഞ്ഞ ഉടനെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ മൗത്തിനെ പടച്ചവനാണ്, ജീവിതത്തെയും പടച്ചവനാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവരാരാണ്, അമല് നന്നാക്കുന്നവർ, പ്രവൃത്തി നന്നാക്കുന്നവരാരാണെന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ് എന്ന് റബ്ബ് സൂറത്ത് തബാറകയിൽ പറഞ്ഞില്ലേ? ഞാൻ ഈ അടുത്തൊരു ക്ലിപ്പ് കണ്ടു. ഒരു പുതിയാപ്പിള പോകുന്നത് ശവപ്പെട്ടിയിലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ സാധാരണയായി വിദേശത്ത് നിന്ന് മയ്യിത്ത് കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്ന പെട്ടിയിൽ പുതിയാപ്പിളനെ കൊണ്ടുപോവുകയാണ്. ധിക്കാരമല്ലേ, അഹങ്കാരമല്ലേ, അള്ളാഹുവിനെ പരിഹസിക്കലല്ലേ? പക്ഷെ അത് ഉദ്ദേശിക്കാത്തത് കൊണ്ട് നമ്മൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയുന്നില്ലെങ്കിലും ഇതൊക്കെ കടുത്ത തെറ്റല്ലേ? റബ്ബിന്റെ ഖുർആൻ നമ്മൾ മുമ്പ് സൂറത്തുൽ ലുഖ്മാൻ വിവരിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ? ലാ തംശി ഫിൽ അർളി മറഹാ, തുള്ളിച്ചാടി നടക്കരുതേ. ഈ പുതിയാപ്പിളിന്റെ കൂടെ പോകുമ്പോഴുള്ള തുള്ളലില്ലേ, ഖുർആൻ വിരോധിച്ചതാണ്. ലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിലൂടെ തുള്ളിച്ചാടി അഹങ്കരിച്ച് ആഹ്ലാദിച്ച് നടക്കല്ലേ. ലുഖ്മാനുൽ ഹക്കീമിന്റെ ഉപദേശം ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ചിലർക്ക് തോന്നും അതിനെന്തെവിടെ ഫത്ഹുൽ മുഈൻ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫത്ഹുൽ മുഈനൊക്കെ ഖുർആനിന്റെ വിവരണങ്ങളല്ലേ. ഒരിക്കലും അത്തരത്തിലുള്ള തെറ്റായ ആഹ്ലാദങ്ങളോ മോശമായ പ്രകടനങ്ങളോ ചെറുപ്പക്കാരെ, മുസ്ലിമീങ്ങളായ നമുക്ക് പറ്റൂല. എന്തെല്ലാം കോലം കെട്ടുന്നവര്, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം പൊട്ടിക്കലുകള്, എന്തെല്ലാം കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഭാര്യയെ ബാക്കിൽ വെച്ചിട്ട് സൈക്കിളും ചവിട്ടിക്കൊണ്ടുപോവാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധം ചില സ്ഥലത്ത് സ്റ്റേജും മലു ഈ വധുവിനെ കൊണ്ടുവന്ന് എല്ലാവർക്കും പ്രകടിപ്പിക്കുക. ദയ്യൂസ് എന്നാണ് അവന്റെ പേര്. നബിതങ്ങൾ പറഞ്ഞ പേരാണ്. അന്യ സ്ത്രീകൾ, അന്യപുരുഷന്മാർക്ക് സ്വന്തം ഭാര്യയെ പ്രകടിപ്പിക്കുന്നവൻ ദയ്യൂസ്. ഇങ്ങനെ ദയ്യൂസുകളാകാൻ പറ്റുമോ? അപ്പൊ ഭർത്താവും മകനും പുതിയാപ്പിളയും എല്ലാവരും അതിന് തുനിയുമ്പോൾ നിങ്ങൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ, എന്നാൽ ഞാൻ ഈ കല്യാണത്തിനുണ്ടാവില്ല എന്ന് പറയാനുള്ള ഈമാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വായത്തമാക്കണം. ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കണോ? ഞാൻ ഈ കല്യാണത്തിന് സഹകരിക്കണോ? ആലിമീങ്ങൾ പറയുന്നത് ധിക്കരിച്ചുകൊണ്ട്, അതേ വേണ്ട, നിങ്ങളൊരു പ്രശ്നവുമില്ല, നിങ്ങൾ പള്ളിയിലെ ഖാദിയാരോട് ഫത്വ വാങ്ങൂ, പള്ളിയിലെ മുദരിസിനോട് ഫത്വ വാങ്ങൂ. എല്ലാ പള്ളിയിലുമില്ലേ ഖതീബുമാരും മുദരിസുമാരുമൊക്കെ? അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ ഒരു അനുമതി വാങ്ങും. അതില്ലെങ്കിൽ ആലിമീങ്ങൾക്കെതിരെ, ആലിമീങ്ങൾ പറയുന്ന നിയമങ്ങൾക്കെതിരെ, ഇന്നലെ സുൽത്താനുൽ ഉലമ പറഞ്ഞില്ലേ, ആലിമീങ്ങളാണ് എല്ലാറ്റിനും സാക്ഷി. ആ ആലിമീങ്ങൾ പറയുന്നതിനെതിരെ ആഹ്ലാദിക്കുന്ന കല്യാണത്തിൽ ഉമ്മയായ എന്നെ കിട്ടൂല, ഉമ്മാമയായ എന്നെ കിട്ടൂല, ഭാര്യയായ എന്നെ കിട്ടൂല എന്ന് പറയാനുള്ള ഈമാനുണ്ടാകണേ ഉമ്മമാരെ. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞാൽ അടുത്ത ജനറൽ
ജനറൽ ബോഡിയിൽ ചെറുപ്പക്കാരെന്നെ പുറത്താക്കുമോ എന്നുള്ള പേടിയുണ്ടാകും. ഉമ്മാനെ പുറത്താക്കാൻ മക്കളെ കൊണ്ട് കഴിയൂലല്ലോ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വീട്ടിൽ നടക്കാൻ പോകുന്നില്ലല്ലോ. അവിടെ ഫിർഔനിന്റെ അധികാരവും പണവും ആസിയ ബീവിയെ സ്വാധീനിച്ചിട്ടില്ല. അതുപോലെ സ്വന്തം മക്കളുടെ പണവും ധാർഷ്ട്യവും സ്വന്തം മക്കളുടെ അധികാരങ്ങളും നിങ്ങളെയും നിയന്ത്രിക്കാൻ പാടില്ല. ആസിയ ബീവി ഒരല്പവും തന്നെ കൂസിയിട്ടില്ലല്ലോ ഫിർഔന്റെ മുമ്പിൽ. ആ ആസിയ ബീവിയുടെ ഈമാനിനോട് നിങ്ങളും ഒന്ന് തുലനം ചെയ്യൂ. നിങ്ങളെ മനസ്സുമൊന്ന് ചേർത്ത് വെക്കൂ. അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രണ്ട് മഹദികളെ സംബന്ധിച്ചും സൂറത്തു തഹരീമിന്റെ അവസാനം പ്രത്യേകം എടുത്തു പറഞ്ഞത് കേട്ടോ. അങ്ങനെ 4 സ്ത്രീകളുടെ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു ജല്ല ജലാലുഹു സൂറത്തു തബാറക അടുത്ത സൂറത്ത് അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരം പൂർണ്ണമായും കൈവശത്തിലുള്ള ഒരുവൻ അവൻ വളരെയേറെ ഉന്നതനും പരിശുദ്ധനുമായിരിക്കുന്നു. ഈ 2 മഹാന്മാരും ആ പരിശുദ്ധനായ രാജാവിലേക്കാണ് മനസ്സ് തിരിച്ചത്. ഈ 2 മഹദികളും അങ്ങോട്ടാണ് മനസ്സ് തിരിച്ചത്. നേരെ മറിച്ച് ആ മഹാനായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കാതെ സ്വന്തം ഭർത്താക്കന്മാര് വളരെ നല്ല സാലിഹീകളും അമ്പിയാക്കളുമായിട്ടും 2 സ്ത്രീകൾ വളരെ മോശമായി പിഴച്ചുപോയി. അതാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും. ഈ 4 സ്ത്രീകളുടെ സംഭവം പറഞ്ഞവിടെ വെച്ചിട്ടാണ് തബാറക സൂറത്ത് തൊട്ടടുത്ത സൂറത്ത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അല്ലാഹ് അവന്റെ അധികാരം വളരെ വലുതാണ്. അതേ ഫിർഔനിന്റെ അധികാരം ഇപ്പോഴും ഇവിടെയുണ്ടോ? അപ്പുറത്ത് നമ്രൂദിന്റെ ഭരണാധികാരം ഇവിടെയുണ്ടോ? അതേ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും മറിയം ബീവിയും അതുപോലെ ആസിയ ബീവിയും ഒക്കെ സന്തോഷത്തോടെ സ്വർഗത്തിൽ അതാ സന്തോഷത്തോടെ നീങ്ങുകയല്ലേ. ആ നൂഹ് നബിയെ പോലുള്ള അമ്പിയാക്കൾ സ്വീകരണത്തിന് അതാ മസ്ജിദുൽ അഖ്സയിൽ നബി തങ്ങളെ സ്വീകരിക്കാൻ എത്തുകയല്ലേ. ആകാശ ലോകത്തേക്ക് സഞ്ചരിക്കുകയല്ലേ. അവർക്കിന്നും അധികാരങ്ങൾ മരണത്തിന് ശേഷവും മരണത്തിന് മുമ്പും അധികാരങ്ങൾ എന്തൊക്കെയാണ്? അഭൗതികമായ അധികാരങ്ങളും റബ്ബ് അതാ പലർക്കും കൊടുക്കുന്നു. പക്ഷേ ആ അധികാരത്തിന്റെ പേരിൽ മഹാന്മാരൊരിക്കലും അഹങ്കരിക്കൂല. അവരൊരിക്കലും തന്നെ ലക്ഷ്യം പിഴക്കൂല. തെറ്റായ മാർഗത്തിലേക്ക് കടക്കൂല. അവർ അല്ലാഹുവിനെ മറന്നുകൊണ്ട് അവരൊരു കാര്യവും പ്രവർത്തിക്കൂല. അതുകൊണ്ടല്ലേ അല്ലാഹു തആല അധികാരം കൊടുത്തവരിൽ ഈ വലിയ പ്രമുഖനല്ലേ നബിയുല്ലാഹി സുലൈമാൻ. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്ത അധികാരം അതുപോലൊരു അധികാരം ലോകത്തൊരു പ്രധാനമന്ത്രിക്കുമില്ല, ഒരു യുഎൻഎയുടെ സെക്രട്ടറിക്കുമില്ല. അല്ലാഹുവേ റബ്ബി ഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി. എനിക്ക് മാപ്പ് തരണേ റബ്ബേ, എനിക്ക് അധികാരം തരണേ റബ്ബേ. എന്റെ അധികാരം പോലെ വേറെ ആർക്കുമില്ലാത്ത അധികാരം തരണേ എന്ന് പറഞ്ഞ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൃഗങ്ങൾ കീഴ്പ്പെട്ടില്ലേ, പക്ഷികൾ കീഴ്പ്പെട്ടില്ലേ, ജിന്നുകൾ കീഴ്പ്പെട്ടില്ലേ, ജിന്നുകൾ തൊഴിലാളികളായി ജോലിയെടുത്തില്ലേ. ആ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു മാസത്തെ വൈദൂരം കാറ്റിലൂടെ മഹാനവറുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാൻ കാറ്റിൽ കൂടെ അതാ പോകാൻ അല്ലാഹു തആല അധികാരം കൊടുത്തില്ലേ. അങ്ങനെ അധികാരം വലിയ അധികാരം
അധികാരം കിട്ടിയ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു, ഇതെന്നെ പരീക്ഷിക്കാൻ തന്നതാണ്. ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ? എന്റെ റബ്ബിന് എന്റെ ആവശ്യമില്ല, എന്റെ നന്ദിയുടെ ആവശ്യവുമില്ല എന്ന് പ്രഖ്യാപിച്ച് താഴ്മ പ്രകടിപ്പിച്ച് റബ്ബിനോട് മാപ്പ് പറഞ്ഞില്ലേ? അധികാരം കിട്ടിയപ്പോൾ നമ്രൂദ് അഹങ്കരിച്ചു, ഫിറഔൻ അഹങ്കരിച്ചു, അങ്ങനെ പലരും അഹങ്കരിച്ചു. പണം കിട്ടിയപ്പോൾ ഖാറൂൻ അഹങ്കരിച്ചു, ഖാറൂനിന് പണം കിട്ടിയപ്പോൾ ഖാറൂൻ അഹങ്കരിച്ചു. അങ്ങനെ പലരും പലതുകൊണ്ടും അഹങ്കരിച്ചു. അഹങ്കരിച്ചവർ പരാജയപ്പെട്ടു, വിനയം കാണിച്ചവർ സന്തോഷത്തിന്റെ ജീവിതത്തിലേക്ക്, കാലകാലം സന്തോഷത്തിന്റെ ജീവിതം, അതല്ലേ ഈമാൻ. സുഹൃത്തുക്കളെ, ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. പരിശുദ്ധ ഖുർആൻ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്, സൂറത്തുൽ ഇൻസാൻ. വലിയ അധികാരം, ഒരിക്കലും നഷ്ടപ്പെടാത്ത അധികാരം സ്വർഗത്തിൽ. മുൽക്കൻ കബീറാ, ആ അധികാരമൊക്കെ നഷ്ടപ്പെടുത്തി ഈ ദുനിയാവിലെ ചുരുങ്ങിയ സമയത്തെ ജീവിതത്തിനു വേണ്ടി ആഹ്ലാദത്തിനൊരുങ്ങുന്നവൻ, അഹംഭാവത്തിനൊരുങ്ങുന്നവൻ, അവനല്ലേ ചിന്തയില്ലാത്തവൻ. ഓ സഹോദരന്മാരെ, വല്ലാഹു യുതീ മുൽക്കഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അധികാരം മുഴുവനും കൈവശത്തിലുള്ളവൻ അല്ലാഹ്. പക്ഷെ ആ അല്ലാഹു തആല അവന്റെ അധികാരം ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു നല്ല അറിവുള്ളവൻ, പരിപൂർണ അറിവുള്ളവൻ, വിശാലത ചെയ്യുന്നവൻ. ആ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തബാറക സൂറത്ത് ഓരോ ദിവസങ്ങളും സംസാരിക്കാനുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോടൊരു ചെറിയ ചരിത്രം തുടങ്ങിയിട്ട് ബാക്കി നാളെ പറയാമെന്ന് വാഗ്ദത്തം ചെയ്തത് ലംഘിക്കരുതല്ലോ. അതുപോലെ 10 മണിക്ക് മുമ്പ് പിരിയണമെന്ന് പറഞ്ഞതും ലംഘിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ആ ചരിത്രത്തിലേക്ക് വന്ന് ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. പരിശുദ്ധ ഖുർആൻ തബാറക സൂറത്തിൽ അല്ലാഹു തആല അവന്റെ മഹത്വം പറഞ്ഞുകൊണ്ട്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അധികാരം കൈവശമുള്ളവനായ അല്ലാഹ്, സർവാധികാരവും കൈവശമുള്ളവനായ അല്ലാഹ് ഉന്നതനായിരിക്കുന്നു, പരിശുദ്ധനായിരിക്കുന്നു, സർവ നന്മയും കൊടുക്കുന്നവനായിരിക്കുന്നു, എല്ലാ ഖൈറും വർദ്ധിച്ചവനായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് റബ്ബിനെ പുകഴ്ത്തിയതിന് ശേഷം, അവന്റെ അധികാരം പറഞ്ഞതിന് ശേഷം, അവന്റെ അധികാരം ഒരിക്കലും നീങ്ങിപ്പോകാതെ നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പഠിപ്പിച്ചതിന് ശേഷം അവൻ പറയുന്നത്, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അവൻ മരണം പടച്ചിട്ടുണ്ട്, ജീവിതം പടച്ചിട്ടുണ്ട്, നിങ്ങളെ പരീക്ഷിക്കാനാണ്. ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ, ആരാണ് പ്രവർത്തനം നന്നാക്കുന്നവനെന്ന് പരീക്ഷിക്കാനാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അവന്റെ പരീക്ഷ നമ്മളെ പരീക്ഷ പോലെയല്ല. അവന്റെ പരീക്ഷ അവന് അറിയാത്തത് കൊണ്ടുള്ള പരീക്ഷയല്ല, നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷയാണ്. ഇൻഷാ അല്ലാഹ് ആ ആയത്തിനെ സംബന്ധിച്ച് നമുക്ക് നാളെ സംസാരിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. നമ്മൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അതാണ് തബാറക സൂറത്തിന്റെ ഏറ്റവും വലിയ പ്രമേയം. അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് നല്ല ചിന്ത വേണം. ആ ചിന്ത മനുഷ്യന്റെ ഖൽബിൽ വന്നാൽ പിന്നെ അവൻ അഹങ്കരിക്കാൻ കഴിയില്ല, അനാവശ്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ നേരെ മുമ്പത്തെ സൂറത്ത്, ആ സൂറത്തിലുള്ള 4 സ്ത്രീകളുടെ സംഭവം പറഞ്ഞ് അള്ളാഹുവിന്റെ അധികാരം, ആ അധികാരത്തെ സംബന്ധിച്ച് പറയുകയാണ് തബാറക സൂറത്ത്. ഇനി ഇൻഷാ അല്ലാഹ് സൂറത്ത് തബാറക്കയുടെ ശേഷം സൂറത്ത് നൂൻ ഉണ്ട്. ആ നൂൻ സൂറത്തും ഇതും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ട്. ഈ സൂറത്തിന്റെ അവസാനം മിമ്മാഇൻ മഈൻ അല്ലേ മുത്തൽ ഉസ്താദേ?
എന്തായാലും അതിന്റെ ആയത്തിന്റെ തുടക്കം ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു തആല ഈ വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലം അല്ലാഹു വറ്റിച്ചു കളഞ്ഞാൽ നല്ല വെള്ളം കൊണ്ടുവരുന്നവൻ ആര് എന്ന ചോദ്യമാണ് തബാറക സൂറത്തിന്റെ അവസാനം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് വരെ സംസാരിക്കാൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. അവിടെ മഈൻ എന്ന നൂനിന്റെ മേലാ വെച്ചത്. അടുത്ത സൂറത്തുൽ ഖലം, തുടക്കം തന്നെ നൂൻ വൽ ഖലം. സൂറത്തുൽ ഖലമിന്റെ തുടക്കം തന്നെ നൂൻ വൽ ഖലം. പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ഗ്രന്ഥമല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്. അത് മുഴുവനും അത്ഭുതമാണ്, അതിന്റെ എല്ലാം അത്ഭുതമാണ്. സുഹൃത്തുക്കളെ, ആ മഹത്തായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലാണെന്നതിനും ഇസ്ലാം സത്യമാണെന്നതിനും എന്നും നിലനിൽക്കുന്ന തെളിവാണ് ഖുർആൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് അതിന്റെ മറ്റു ബാക്കി കാര്യങ്ങൾ പറയാൻ അല്ലാഹു നാളെയും അതിനപ്പുറമുള്ള ദിവസങ്ങളിലും തൗഫീഖ് നൽകട്ടെ. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആ ആയത്തിനെ സംബന്ധിച്ച് നമുക്ക് നാളെ അല്ലാഹു തൗഫീഖ് നൽകി സംസാരിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ എത്തണം. ഇശാ നിസ്കാരം 7:35 മറ്റോ ആണ് ഇപ്പൊ, അല്ലേ? 37 ബാങ്ക് കൊടുത്താൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വളരെ ചുരുക്കി നിസ്കരിച്ചിട്ട് ഉടനെ ജമാഅത്തും കഴിഞ്ഞ് എന്റെ പ്രസംഗം തുടങ്ങും. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് 10 മണിക്ക് മുമ്പ് തന്നെ ഇന്നും നിർത്തണം, ഇൻഷാ അല്ലാഹ് നാളെയും നിർത്തണം. ഇതല്പം ദീർഘിച്ച ചരിത്രമായതുകൊണ്ട് ഞാൻ ഇന്നലെ കുറച്ച് ഭാഗം പറഞ്ഞതാണ്, ബാക്കി ഇന്ന് പറയട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ചരിത്രം, ഹാറൂൺ റഷീദ് രാജാവിന്റെ 16 വയസ്സുള്ള മകൻ ഭൗതികമായ താല്പര്യങ്ങൾ വെടിഞ്ഞ് രാജാവിന്റെ മുമ്പിൽ കറാമത്ത് പ്രകടിപ്പിച്ച് രാജാവിന് അതേപോലെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഹാറൂൺ റഷീദ് രാജാവ് മോശക്കാരനാണെന്നും വിചാരിക്കേണ്ട, അദ്ദേഹം രാജാവായത് കൊണ്ട് രാജകീയ പദവിയിൽ ജീവിക്കുന്ന ഒരാളാണ്, നബി കുടുംബത്തിൽപ്പെട്ട ആളുമാണ്. ആ ഹാറൂൺ റഷീദ് രാജാവ്, അദ്ദേഹത്തിന്റെ മകൻ വലിയ സൂഫിയായി, വലിയ ആത്മീയ ചിന്തയിൽ മരണത്തെ ഭയപ്പെട്ട് ഇറങ്ങിയ സംഭവം, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചിറങ്ങിയ സംഭവമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ബാപ്പന്റെ മുന്നിൽ വെച്ച് കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മേലെയുള്ള പക്ഷിയെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വിളിച്ചപ്പോൾ കയ്യിൽ വന്നു, ബാപ്പയുടെ കയ്യിലേക്ക് വിളിച്ചപ്പോൾ വന്നില്ല. അപ്പോൾ ബാപ്പയോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറവാക്കിയല്ലോ. ബാപ്പ നേരത്തെ ചോദിച്ചിരുന്നു, നീ രോമത്തിന്റെ തുണിയെടുത്ത് രോമത്തിന്റെ തൊപ്പിയൊക്കെ ധരിച്ചിട്ട് ഒരു രാജകീയ വേഷമില്ലാതെ പോകുന്നത് എന്നെ കുറവാക്കലല്ലേ എന്ന് ചോദിച്ചിരുന്നു. അതിന് പകരം ഈ കുട്ടി കാണിച്ചു കൊടുത്തതാണ് കറാമത്ത്. ആ കറാമത്ത് കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറവാക്കിയില്ലേ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു മുസ്ഹഫും ഒരു മോതിരവും കൈവശപ്പെടുത്തി പോയി. അതിനുശേഷം ബസ്രയിലേക്ക് നീങ്ങി അവിടെ നിന്ന് മണ്ണിന്റെ പണിയെടുക്കാൻ തുടങ്ങി. അബൂ ആമിറിൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഈ കുട്ടി ആരാണെന്നറിയില്ല, മഹാനവർകൾ അങ്ങാടിയിൽ നിന്ന് പണിക്ക് ആളെ ക്ഷണിക്കാൻ വേണ്ടി അങ്ങാടിയിൽ ചെന്നപ്പോ കണ്ട സുന്ദരനായ ഈ മകനോട് പണിയെടുക്കുമെന്ന് ചോദിച്ചു. പണിയെടുക്കാൻ തന്നെയല്ലേ അല്ലാഹു തആല പഠിച്ചത് എന്ന് ചോദിച്ചു. മണ്ണിന്റെ പണിയെടുക്കൂ എന്ന് പറഞ്ഞു. മണ്ണിന്റെ പണിയെടുത്താൽ ഒരു വെള്ളി നാണയവും ഒരു വെള്ളി നാണയത്തിന്റെ 1/3 അത് കൂലി തരണം, പക്ഷേ നിസ്കാരത്തിന് ഒരു തടസ്സവും ഉണ്ടാകരുതെന്ന് നിബന്ധന വെച്ചു. അങ്ങനെ അബൂ ആമിറുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പണിക്ക് വേണ്ടി പോയി. ആ ഒരൊറ്റ ദിവസം 10 ആളെടുക്കുന്ന പണി ആ ചെറുപ്പക്കാരൻ എടുത്തത് കണ്ടപ്പോൾ കൂടുതൽ കൂലി കൊടുത്തപ്പോൾ അത് വാങ്ങിയില്ല, നിശ്ചയിച്ചത് മാത്രം വാങ്ങി. അങ്ങനെ അന്ന് പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അദ്ദേഹത്തെ പണിക്ക് കിട്ടാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ശനിയാഴ്ച മാത്രമേ പണിയെടുക്കുള്ളൂ, എല്ലാ ദിവസവും പണിയെടുക്കൂല, അടുത്ത ശനിയാഴ്ചയെ കിട്ടുള്ളൂ. അങ്ങനെ അടുത്ത ശനിയാഴ്ച ആകാമെന്ന നിലക്ക് പണി നീക്കി വെച്ചു. ഞാൻ ശനിയാഴ്ച വീണ്ടും പോയി. ഇത് ഹാറൂൺ റഷീദ് രാജാവിന്റെ മകനാണെന്നൊന്നും അബൂ ആമിർ അൽ ബസ്രി റളിയല്ലാഹു അൻഹു അറിയില്ല. അങ്ങനെ ചെന്നു. പണ്ടത്തെ പോലെ തന്നെ അയാളുണ്ട്. ഞാൻ പോയി സലാം പറഞ്ഞു. പണ്ട് പറഞ്ഞ പോലെ തന്നെ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൂലി പറഞ്ഞു. അപ്പറഞ്ഞ നിബന്ധനയൊക്കെ ഇപ്പോഴും പറഞ്ഞു. നിസ്കാരത്തിന് തടസ്സം ഉണ്ടായത് ഒരു ദിർഹമും അതിന്റെ ഒരു 1/3 ദാനിക്കും എനിക്ക് കൂലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പണിക്ക് പോയി. അങ്ങനെ ചെന്നപ്പോൾ
ഞാൻ അദ്ദേഹത്തെ പണിയേൽപ്പിച്ചു. അബൂ ആമിറുൽ ബസ്രി റളിയല്ലാഹു പറയാൻ, ഞാൻ പണിയേൽപ്പിച്ചു. ഞാൻ എന്നിട്ട് ദൂരെ മാറി നിന്നിട്ട് ഒളിച്ചിട്ട് നോക്കി ഇവൻ എങ്ങനെ പണിയെടുക്കുന്നത് നോക്കി. ഞാൻ അപ്പോൾ കണ്ടു, അയാൾ കാണാതെ നോക്കിയപ്പോൾ കണ്ടു, അദ്ദേഹം ഒരൽപ്പം കളിമണ്ണിങ്ങോട്ട് വാരി, എന്നിട്ട് എൻ്റെ ഭിത്തിയുടെ മേലെ അതവിടെ വെച്ചു. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ കാണുന്നു, വൈദൽ ഹിജാറത്തു യതറക്കബു ബഅദുഹാ അലാ ബഅദ്. ഈ കല്ലുകൾ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരൽപ്പം മണ്ണെടുത്ത് അവിടെ വെച്ചതേ ഉള്ളൂ. കല്ലുകൾ സ്വയമേ വന്ന് കൂടിക്കൂടി മതിലാകുന്നു. അദ്ദേഹം ഒരു കല്ലും എടുത്ത് നീക്കുന്നില്ല. അതാ നേരത്തെ 10 ആളെടുക്കുന്ന പണി ഒരു ദിവസം കൊണ്ട് എടുത്തു പറഞ്ഞത്. സ്വന്തം പണിയൊന്നും എടുത്തിട്ടില്ല. കല്ലുകൾ താനേ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ സൂറത്തുൽ കഹ്ഫിൽ ഓതിയിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും പോകുമ്പോ മറിഞ്ഞു വീഴാൻ നോക്കുന്ന ഒരു മതില് ഖദർ അലൈഹിസ്സലാം അത് നേരെയാക്കി കൊടുത്ത സംഭവമില്ലേ സൂറത്തുൽ കഹ്ഫിൽ? അവിടെ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, മഹാനവറുകളങ്ങ് പോയി തൊടുമ്പോൾ തന്നെ ആ വലിയ മതില് നേരെയായി പോയി. അധികാരമുള്ള രാജാവ് കൊടുക്കുന്ന അധികാരങ്ങളാണ്, അഭൗതികമായ അധികാരങ്ങളാണ്. ആ കല്ലുകൾ താനേ അതാ അടുപ്പിച്ച് നല്ല കെട്ട്. അത് ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോ ഞാനങ്ങ് പറഞ്ഞുപോയി, ഹക്കദാ ഔലിയാ ഇല്ലാഹി തആല മുആനൂൻ. അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങൾ ഇങ്ങനെയാണ്, അവർക്ക് സഹായം കിട്ടലും ഇങ്ങനെയാണ്. അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന സഹായം അത് വല്ലാത്ത സഹായം തന്നെ. ഞാൻ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോ 3 വെള്ളി അങ്ങോട്ട് കൊടുത്തു. 1/3 കൊടുക്കേണ്ടത്. 3 കൊടുത്തപ്പോ അയാൾ വാങ്ങിയില്ല, പറഞ്ഞതിലപ്പുറം വാങ്ങൂല. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് ഞാൻ ആ 1 ദിർഹം തനിക്കും കൊടുത്തു. അത് കഴിഞ്ഞു. പിറ്റത്തെ 3ാമത്തെ ശനിയാഴ്ചയും ഞാൻ ചെറുപ്പക്കാരനെ പണിക്ക് കിട്ടാൻ വേണ്ടി അങ്ങാടിയിലേക്കൊന്ന് ചെന്ന് നോക്കി, പക്ഷേ കാണുന്നില്ല. അങ്ങാടിയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. ഞാൻ ഒരാൾക്ക് കൂലി കൊടുത്തു, അയാൾ എവിടെ? ഒരാൾ പറഞ്ഞു 3 ദിവസമായി. അങ്ങകലെ, അങ്ങാടിയിൽ നിന്നൊക്കെ അകലെ ഒരു സ്ഥലത്ത് മരണവേദനയിലാണ്, മരണം ആസന്നമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം കാണിച്ചു തരാൻ ക്യാഷ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സമീപത്തെത്തിയപ്പോൾ അവിടെ വാതിലുള്ള റൂമൊന്നുമല്ല. അദ്ദേഹം അതാ വിജനമായൊരു സ്ഥലത്ത്, ബിൽഡിങ്ങുകളൊന്നുമില്ലാത്ത സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ബോധം കെട്ട് വീണിരിക്കുന്നു. ഞാൻ ചെന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കി, അദ്ദേഹം ഒരു ഇഷ്ടികയുടെ കഷ്ണം തലക്ക് വെച്ച് കിടക്കുകയാണ്. മരണം അടുത്തിരിക്കുകയാണ്. രണ്ടാമതും പോയി ഞാൻ അസ്സലാമു അലൈക്കും എന്ന് ഉറക്കെ അങ്ങ് സലാം പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി. എന്നിലേക്ക് തലയുയർത്തിയപ്പോ ഞാൻ മെല്ലെ ആ തലയെടുത്ത് എന്റെ മടിയിലങ്ങ് വെച്ചു. അങ്ങനെ മടിയിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം അപ്പോൾ ചൊല്ലിയ ഒരു പദ്യമുണ്ട്, അതാണ് ഇന്ന് വഅദ് തുടങ്ങുമ്പോൾ ഞാൻ ചൊല്ലിയ പദ്യം. അതാണ് യാ സാഹിബി ലാ تغترر بتنعمي فالعمر ينفد والنعيم يزول. എന്റെ കൂട്ടുകാരാ, പടച്ചവന്റെ അനുഗ്രഹം കണ്ട് നീ പെട്ടുപോകണ്ട. അതേ ആയുസ്സങ്ങ് തീർന്നു പോകും, അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോകും. വൈദാ അലിംത ബിഹാലി ഖൗമിൻ മറതൻ ഫഅലം ബിഅന്നക അൻഹും മസ്ഊലൂ.
ദുനിയാവിന്റെ വിഷയങ്ങളിൽ അമിതമായ താല്പര്യം കാണിക്കാതെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചു നീക്കുന്ന മഹാന്മാരായ ഖൗമുണ്ടല്ലോ, അവരെ അവസ്ഥ നീ മനസ്സിലാക്കിയാൽ നിന്നോട് ചോദ്യമുണ്ടേ. നിനക്കും ദുനിയാവിനേക്കാൾ ആഖിറത്തിന് വില കൽപ്പിച്ചുകൂടായിരുന്നോ? നിനക്കും ചോദ്യമുണ്ടേ. നീ ഇനി അഥവാ അല്ലാഹു തആല ഹലാലാക്കിയതൊക്കെ നീ ജീവിതത്തിൽ എടുത്ത് ജീവിച്ചാലും ഹറാം ചെയ്യാതെ, പടച്ചവൻ വിരോധിച്ചതെടുക്കാതെ നിനക്ക് ജീവിച്ചുകൂടെ? സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഇവിടെ ആരുമില്ല കേട്ടോ. ഇത് സൂചിപ്പിക്കുന്ന പദ്യം ചൊല്ലിയിട്ട് അതേ മൂന്നാമത് ചൊല്ലുന്നു, വൈദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫഅലം ബിഅന്നക ബഅദഹാ മഹ്മൂലു. നീ ജനാസയും ചുമന്ന് മൈതാനിയിലേക്ക് പോകുമ്പോ നീ ആലോചിക്കണേ, ശേഷം നിന്നെയും ചുമന്ന് ജനാസ കൊണ്ടുപോകുന്ന ഒരു സമയം വരാനുണ്ട്. എത്ര ആളുകളെ ജനാസയും ചുമന്ന് നമ്മൾ മൈതാനിയിലേക്ക് പോയി. എന്റെ ജനാസയും ചുമന്ന് പോകുന്നൊരു സമയമുണ്ടെന്ന ബോധം നിനക്കുണ്ടാകണേ. ഈ അർത്ഥം വരുന്ന പദ്യം അദ്ദേഹം ചൊല്ലിയിട്ട് എന്നോട് പറഞ്ഞു, യാ അബാ ആമിർ, ഓ അബു ആമിറുൽ ബസ്രി, എന്റെ റൂഹ് പിരിഞ്ഞാൽ എന്റെ ഈ ശരീരം നിങ്ങൾ കുളിപ്പിക്കണേ, കഫൻ ചെയ്യണേ. ഈ എന്റെ രോമത്തിന്റെ ജുബ്ബയിൽ തന്നെ കഫൻ ചെയ്തോ. ഞാൻ പറഞ്ഞു, പുതിയതല്ലേ നല്ലത്? അദ്ദേഹം പറഞ്ഞു, വേണ്ട, അത് ജീവിച്ചിരിക്കുന്നവർക്കല്ലേ നല്ലത്. നിങ്ങൾ അതാ വസ്ത്രം ദ്രവിച്ചു പോകും, സൽക്കർമ്മം നിലനിൽക്കും. എന്റെ കൈക്കോട്ടും പടന്നയും നിങ്ങളങ്ങെടുത്തോ. അതേതെങ്കിലും അതാ ആവശ്യമുള്ള തൊഴിലാളികൾക്ക് സദഖ ചെയ്തോ. എന്റെ ഈ മുസ്ഹഫും എന്റെ മോതിരവും നിങ്ങളെടുത്തോ. രാജ്യം ഭരിക്കുന്ന ഹാറൂൺ റഷീദ് രാജാവില്ലേ, അദ്ദേഹത്തിന് കൊണ്ടുപോയി നിങ്ങളെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. എന്നിട്ട് പറയണം, അതാ പരിചയമില്ലാത്ത അന്യനാട്ടുകാരനായ ഒരു കുട്ടി നിങ്ങൾക്കൊരു വദിയത്ത് തന്നതാണ്, പക്ഷെ നിങ്ങളോടൊരു ഉപദേശമുണ്ട്. ലാ തമൂതന്ന അലാ ഗഫലതിക ഹാദീ. നിങ്ങൾ ആഖിറം ചിന്തിക്കാതെ ഭരണത്തിൽ മുഴുകിയിട്ട് നിങ്ങൾ ഇങ്ങനെ മരിച്ചു പോകരുതെന്ന് ആ കുട്ടിയുടെ ഒരു ഉപദേശമുണ്ടെന്ന് പറയണേ. അത് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അങ്ങ് വഫാത്തായപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ രാജാവിന്റെ സമീപത്തേക്ക് ഇതും കൊണ്ട് പോകേണ്ടതുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി ആ കുട്ടി ഖലീഫ ഹാറൂൺ റഷീദിന്റെ മകനാണെന്ന് മനസ്സിലായി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ മുസ്ഹഫും മോതിരവും കയ്യിലേന്തി ഞാൻ രാജാവിനെ കാണാനുള്ള ശ്രമവുമായി സഞ്ചാരം തുടങ്ങി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലണം. അൽഹംദുലില്ലാഹ് 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. അർഹമർറഹീമീനായ റബ്ബേ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും, ഞങ്ങളുടെ ഈ സദസ്സും ഞങ്ങളുടെ സംരംഭങ്ങളും ഞങ്ങളുടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആഖിറത്തിന് വേണ്ടിയുള്ള അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലേബർ റൂമിലുള്ള
ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ സുഖപ്രസവത്തിലൂടെ ഖൈറായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വീടുകളിലും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലും വീട്ടിൽ ഒരുപാട് ഗർഭിണികൾ ഉള്ളവരുണ്ട്. അല്ലാഹുവേ, എല്ലാ ഗർഭിണികൾക്കും സുഖപ്രസവത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ മക്കളെയും നീ സാലിഹീങ്ങളും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ സന്താന പരമ്പരകളിൽ ഹിദായത്തും തഖ്വയും ഞങ്ങളിലും നീ തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാർ അവരുടെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അവരിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസമുള്ളവരുണ്ടെങ്കിൽ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ ആരൊക്കെ മരിച്ചുപോയോ അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശ രാജ്യങ്ങളിലും നാട്ടിലും ബിസിനസ്സുകൾ നടത്തുന്നവരുണ്ട്, തൊഴിലെടുക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അധ്യാപനം നടത്തുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, മൈഷത്തിന് പല വഴിയും തേടുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാ രംഗത്തും ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ശർറുകളൊക്കെ നീ തടുക്കണേ അല്ലാഹ്. മാനസികമായ രോഗമോ ശാരീരികമായ രോഗമോ ചർമ്മത്തിനോ കൈക്കോ കാലിനോ കണ്ണിനോ കാതിനോ അവയവങ്ങളിൽ ഏതിനാണെങ്കിലും ഹാർട്ടിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും അല്ലാഹുവേ കരളിനാണെങ്കിലും മറ്റ് ഏത് ശരീരത്തിലെ ഏതവയവത്തിനാണെങ്കിലും എന്ത് രോഗമുണ്ടെങ്കിലും അവർക്കും ഞങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്ന 10,000 പല സ്ഥലത്തുമുണ്ട്. അവരെന്തുദ്ദേശിച്ച് നേർച്ച ചെയ്തുവോ ബിയദിഹിൽ മുൽക്ക്, അധികാരം നിനക്ക് മാത്രമാണ്. നീ അവരുദ്ദേശിച്ചത് ഖൈറായ നിനക്ക് കൊടുക്കണേ അല്ലാഹ്. ശർറുകൾ തടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, വിവാഹമോചനം നടന്നവരുണ്ട്. ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാഹ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എളുപ്പമാക്കണേ അല്ലാഹ്. തൊഴിലുകളിലുള്ള ഭീഷണികൾ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ ഏറ്റെടുത്ത് വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊരുപാട് കടപ്പാടുകൾ വീട്ടാനുണ്ട്, മുഴുവനും നീ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ അല്ലാഹ്. പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്. നീ എളുപ്പമാക്കിയാൽ എളുപ്പമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അല്ലാഹുവേ, ഏത് പ്രയാസങ്ങൾ എവിടെയുണ്ടോ നീ നീക്കി ഖൈറ് തരണേ അല്ലാഹ്. ശർറുകളിൽ നിന്ന് തട്ടിത്തിരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ സ്കൂളുകളിൽ കോളേജുകളിൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരെ രക്ഷിതാക്കൾക്കും അവരെ പഠിപ്പിക്കുന്നവർക്കും ഞങ്ങളുടെ സ്റ്റാഫുകൾക്കും ഞങ്ങളോട് സഹകരിക്കുന്നവർക്കും വിദേശത്തും നാട്ടിലും സംഭാവനകൾ വരിസംഖ്യകൾ തരുന്നവർക്കും ചെയ്യുന്ന കച്ചവടത്തിൽ നിന്ന് ചെറിയ വിഹിതം ലാഭം വെച്ച് കൊണ്ടുവന്ന് തരുന്നവർക്കും അല്ലാഹുവേ, അങ്ങനെ ആര് ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം ഖൈർ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ശർറ് തടുക്കണേ അല്ലാഹ്. മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊരുപാട് കാലം നിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കണം, അതിനാരോഗ്യം തരണേ അല്ലാഹ്. പഠിച്ചത് പ്രചരിപ്പിക്കണം, അതിനാരോഗ്യവും ദീർഘായുസ്സും തഖ്വയോടെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഏത് വിധത്തിൽ എങ്ങനെ സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, ഞങ്ങളെ സദസ്സിൽ വരുന്നവരുണ്ടോ, വരാത്തവരെ കൊണ്ടുവരുന്നവരുണ്ടോ, എല്ലാവർക്കും നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാഹ്. കല്ലാച്ചി പാച്ചാക്കുൽ ഹമീദിന്റെ ഭാര്യാപിതാവ് പയന്തോങ്ങിൽ CK മൊയ്തു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ
മരിച്ചുപോയ പലരുമുണ്ട്. ഇവിടെ നമ്മുടെ മുദാക്കർ മൈതാനിയുടെ സമീപത്ത് ഒരാൾ മരിച്ചത് നേരത്തെ എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പാലക്കാട് നിന്ന് വരുന്ന വരവിൽ ഇവിടെ എത്തിയതാണ്, അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.